ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു പുതിയ രാവിലെയിലേക്ക്, ഒരു പുതിയ വാർത്താ ദിനത്തിലേക്ക്. ഞായറാഴ്ചയാണ്, വാർത്തകൾക്ക് അവധിയില്ലാത്ത ദിവസമാണ്. ഒരുപാട് വാർത്തകൾ പ്രേക്ഷകരെ പതിവ് പോലെ കാത്തിരിക്കുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ വാർത്താ ദിനവും ഏറെ ദുഃഖകരമായ ഒരു വാർത്തയോടുകൂടി തുടങ്ങേണ്ട അവസ്ഥയിലാണ് നമ്മൾ ഇന്ന് അതിരാവിലെ നമ്മളെ തേടിയെത്തിയത്. നമുക്കറിയാം, കൊല്ലം തേവലക്കരയിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ്റെ ഷോക്കേറ്റുള്ള മരണം. അതിൻ്റെ വേദനയിൽ നിന്ന് നമ്മൾ മുക്തമാകുന്നതിന് മുമ്പ് തിരുവനന്തപുരം നെടുമങ്ങാട് സമാനമായ രീതിയിൽ ഷോക്കേറ്റുള്ള ഒരു മരണം സംഭവിച്ചിരിക്കുന്നു. 19-കാരനായ നെടുമങ്ങാട് സ്വദേശി അക്ഷയ് എന്ന വിദ്യാർത്ഥിയാണ് മരിച്ചത്. ഈ മരച്ചില്ല പോസ്റ്റിലേക്ക് വീണ് ആ പോസ്റ്റും കമ്പിയും പൊട്ടി റോഡിൽ വീണ് അതിൽ നിന്ന് ബൈക്കിലെത്തിയ അക്ഷയ് അപകടത്തിൽപ്പെടുകയും ഷോക്കേറ്റ് മരിക്കുകയുമാണ് ചെയ്തത്. അതീവ ദുഃഖകരമായ ഒരു വാർത്തയോടുകൂടി ഇന്നത്തെ വാർത്താ ദിനവും നമുക്ക് തുടങ്ങേണ്ടി വന്നിരിക്കുകയാണ്. ഒരുപാട് വാർത്തകൾ പ്രേക്ഷകരെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ കാത്തിരിപ്പുണ്ട്. മഴയുടെ മുന്നറിയിപ്പാണ് ഏറ്റവും പ്രധാനമായി പറയേണ്ടത്. ഇന്ന് 2 ജില്ലകളിലാണ് റെഡ് അലർട്ട് ഉള്ളത്. കാസർഗോഡ് മുതൽ എറണാകുളം, ഇടുക്കി വരെയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും നൽകിയിട്ടുണ്ട്. വടക്കൻ കേരളത്തിൽ അതിതീവ്രമായ മഴ പെയ്യുമെന്നുള്ള മുന്നറിയിപ്പും ആണ് നൽകിയിട്ടുള്ളത്. അതീവ ജാഗ്രത വേണ്ട സമയമാണ്. നമുക്ക് വിശദമായി നോക്കാം. ആദ്യം ഈ മണിക്കൂറിലെ പ്രധാന തലക്കെട്ടുകൾ. സംസ്ഥാനത്ത് വീണ്ടും ഷോക്കിംഗ് മരണം. തിരുവനന്തപുരം നെടുമങ്ങാട് ബൈക്ക് യാത്രക്കാരനായ യുവാവ് റോഡിൽ പൊട്ടിവീണ് കിടന്ന വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ചു. ബിരുദ വിദ്യാർത്ഥി അക്ഷയുടെ ജീവനെടുത്തത് മരച്ചില്ല വീണ് തകർന്ന പോസ്റ്റും കമ്പിയും. ഒപ്പമുണ്ടായിരുന്ന 2 കൂട്ടുകാർ രക്ഷപ്പെട്ടു. അപകടം കാറ്ററിംഗ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങവേ. ഷാർജയിൽ കൊല്ലം സ്വദേശി അതുല്യ പിറന്നാൾ ദിവസം ജീവനൊടുക്കിയത് ഭർത്താവിന്റെ നിരന്തര പീഡനം മൂലമെന്ന് കുടുംബം. കല്യാണം കഴിഞ്ഞതു മുതൽ ഉപദ്രവിച്ചിരുന്നുവെന്നും കൊന്നതാണെന്നും അമ്മ. ശരീരം മുഴുവൻ മർദ്ദനമേറ്റ പാടുകൾ. ഭർത്താവ് സതീഷ് ജോലിക്ക് പോയിരുന്നത് അതുല്യയെ ഫ്ളാറ്റിൽ പൂട്ടിയിട്ട്. കൊലക്കുറ്റത്തിനും സ്ത്രീധന പീഡനത്തിനും കേസെടുത്ത് പോലീസ്. സർക്കാർ ഗവർണർ പോര് തീരുന്നു. ഗവർണറുമായി ചർച്ചയ്ക്ക് മുഖ്യമന്ത്രി. രാജേന്ദ്ര ആർലേക്കർ പിണറായി വിജയൻ കൂടിക്കാഴ്ച ഉച്ചകഴിഞ്ഞ് 3:30 രാജ്ഭവനിൽ. സമവായ ചർച്ച ഭാരതാംബ വിവാദം മുതൽ സർവകലാശാല തർക്കം വരെയുള്ള വിവാദങ്ങളിൽ. പാർലമെന്റ് സമ്മേളനം നാളെ മുതൽ. ആദായ നികുതി ഭേദഗതി ബിൽ അടക്കം ചർച്ചയാക്കാൻ നിരവധി വിഷയങ്ങൾ. സഭയിൽ എടുക്കേണ്ട നിലപാട് ചർച്ച ചെയ്ത ഇന്ത്യ ബ്ലോക്ക്. സഭ ചേരുന്നത് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ആദ്യം. മധ്യകേരളത്തിലും വടക്കൻ ജില്ലകളിലും ഇന്ന് മഴ ശക്തമായി തുടരും. ഇടുക്കി മുതൽ കാസർഗോഡ് വരെ 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ഇന്ന് എവിടെയും റെഡ് അലർട്ട് ഇല്ല. ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ്. വിശദമായി നോക്കാം. നെടുമങ്ങാട്ടെ ആ ദാരുണമായ വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. തിരുവനന്തപുരം നെടുമങ്ങാട് പൊട്ടി വീണ് കിടന്നിരുന്ന വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് 19-കാരൻ ദാരുണാന്ത്യം. നെടുമങ്ങാട് പനയമുട്ടം സ്വദേശി അക്ഷയാണ് മരിച്ചത്. കാറ്ററിംഗ് ജോലി കഴിഞ്ഞ് മടങ്ങി വരുന്നതിനിടെ പുലർച്ചെയാണ് ഈ അപകടം ഉണ്ടായത്. അരുൺ മോഹൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അരുൺ, നമ്മളെയൊക്കെ ഏറെ വേദനിപ്പിച്ച ഒരു വാർത്തയോടുകൂടിയാണ് ഇന്നത്തെ വാർത്താ ദിനം നമുക്ക് തുടങ്ങേണ്ടി വന്നിരിക്കുന്നത്. ഈ അപകടം എങ്ങനെയാണ് സംഭവിച്ചത് അരുൺ? തീർച്ചയായും ആര്യ, ഇന്നലെ മിഥുനിന്റെ സംസ്കാരം ഈ പറയുന്ന വേദനാജനകമായ ദൃശ്യങ്ങൾ പങ്കുവെച്ച് നമ്മൾ ഒരു രാത്രി കഴിയുമ്പോൾ മറ്റൊരു ദുഃഖവാർത്ത തന്നെയാണ് നമ്മൾ ഇപ്പോൾ പങ്കുവെക്കുന്നത്. കാരണം ഈ സൂചിപ്പിച്ചതുപോലെ ഒരു ബൈക്ക് യാത്രികനായ 19-കാരനായ ബിരുദ വിദ്യാർത്ഥിയായ ഒരു അക്ഷയ് എന്ന ഒരു 19-കാരനാണ് ഇപ്പോൾ മരണത്തിന് കീഴടങ്ങിയത്. ഇതും ഇവിടെയും വില്ലനായിരിക്കുന്നത് വൈദ്യുതി പോസ്റ്റ് തന്നെയാണ്. ഈ കാറ്ററിംഗ് ജോലി കഴിഞ്ഞ് അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങുമ്പോൾ നെടുമങ്ങാട് പനയമുട്ടം വീടിന് സമീപത്ത് തന്നെയായിരുന്നു ഈ ഒരു അപകടം ഉണ്ടായത്. പള്ളിക്ക് സമീപത്ത് വെച്ചായിരുന്നു. നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ കാറ്റത്ത് നിലംപൊത്തുകയായിരുന്ന ഇലക്ട്രിക് പോസ്റ്റ്, അതിൽ നിന്ന് വൈദ്യുതി പ്രവഹിച്ചായിരുന്നു ഇദ്ദേഹത്തിന് പരിക്കേറ്റത്. ഇയാളോടൊപ്പം 3 പേരുണ്ടായിരുന്നു. 3 പേർ ആയിരുന്നു ഇവർ ഒന്നിച്ചു വന്നിരുന്നത്. അക്ഷയ് ആണ് മരണത്തിന് കീഴടങ്ങിയത്. മറ്റു 2 പേരും ഇപ്പോൾ സുരക്ഷിതരാണ്. അക്ഷയുടെ മൃതദേഹം ഇപ്പോൾ നെടുമങ്ങാട് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ മരച്ചില്ലയും പോസ്റ്റും കമ്പിയും ഒക്കെ പൊട്ടി വീഴാനുണ്ടായൊരു സാഹചര്യം ഈ അതിശക്തമായ മഴയും കാറ്റും ഒക്കെയാണോ? എങ്ങനെയാണ് അത് സംഭവിച്ചത്?
ആര്യ, കഴിഞ്ഞ ദിവസം ശക്തമായ മഴയും ഒപ്പം കാറ്റും ഉണ്ടായിരുന്നു. കാറ്റായിരുന്നു ഇവിടെ ഈ പ്രദേശത്ത് വീശിയടിച്ചത്. ഇത് തന്നെയായിരിക്കാം ഒരുപക്ഷെ ഈ പറയുന്ന അപകടത്തിന് കാരണമായത്. പക്ഷേ നാട്ടുകാർ പറയുന്നത് കാലപ്പഴക്കം എന്ന ഒരു പോസ്റ്റായിരുന്നു ഇത് എന്നുള്ളതാണ്. കാരണം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ പറയുന്ന ഈ അപകടത്തിൽ പെടാൻ കാരണമായ മരക്കഷ്ണത്തിന് അത്ര ഒരു വലിയൊരു ഭാരമുള്ള ഒരു കഷ്ണമല്ല, ഒരു പോസ്റ്റിനെ തകർക്കാനുള്ള ഒരു ഭാരമല്ല. പക്ഷെ അപ്പോൾ നമുക്ക് നാട്ടുകാർ പറയുന്നത് തന്നെയാണ് നമുക്കിപ്പോൾ മുഖവിലക്കെടുക്കാൻ കഴിയുക. കാരണം കാലപ്പഴക്കം ചെന്ന ഒരു പോസ്റ്റ് ആയിരിക്കാം ഈ പറഞ്ഞത് അപകടത്തിൽപ്പെട്ടത്. എന്തായാലും ഈ പറയുന്ന ജോലി കഴിഞ്ഞ് വിനോദും അമർനാഥും അക്ഷയും അടങ്ങുന്ന സംഘം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന സമയത്തായിരുന്നു ഈ ഒരു പ്രതീക്ഷിക്കാത്ത ഒരു അപകടം. അരുൺ, പുലർച്ചെ എത്ര മണിയോട് കൂടിയായിരിക്കും ഈ അപകടം സംഭവിച്ചത്? ഈ മരച്ചിലയും പോസ്റ്റും എല്ലാം ഒടിഞ്ഞു വീണത് എത്ര മണിയോട് കൂടിയാണ് എന്നതിനെ കുറിച്ച് എന്തെങ്കിലും വിവരം ഉണ്ടോ നമുക്ക്? ആര്യ, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടിയാണ് ഈ ഒരു അപകടം പുറംലോകം അറിയുന്നത്. അപ്പോൾ ഒരുപക്ഷെ അർദ്ധരാത്രി എപ്പോഴെങ്കിലും ആയിരിക്കാം ഇതൊരു സംഭവം നടന്നതെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇതൊരു അത്ര തിരക്കുള്ള ഒരു റോഡല്ല. രാത്രി കഴിഞ്ഞാൽ തിരക്കുള്ള റോഡാണെങ്കിൽ രാത്രി കഴിഞ്ഞാൽ അത്ര തിരക്കുള്ള റോഡല്ല. അതായിരിക്കാം മറ്റുള്ള ആൾക്കാരുടെ ശ്രദ്ധയിൽപ്പെടാത്തത്. വേറൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇവരുടെ രക്ഷാപ്രവർത്തനം നടക്കുന്ന സമയത്തും ഈ പറയുന്ന വൈദ്യുതി പ്രവഹിക്കുകയായിരുന്നു ഈ കമ്പികളിലൂടെ എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാരണം അതിനുശേഷം നാട്ടുകാർ അവിടെയുള്ള ഫീസ് ഊരിയതിനു ശേഷമാണ് അക്ഷയെ രക്ഷിക്കാൻ, അക്ഷയുടെ ശരീരം എടുക്കാൻ കഴിഞ്ഞതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. തുടർന്ന് നെടുമങ്ങാട് ആശുപത്രിയിൽ എത്തിയെങ്കിലും മരണം സ്ഥിരീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയായിരുന്നു. അവിടെ നമ്മൾ ഗൗരവമായി എടുക്കേണ്ടത്, ഈ പറയുന്ന സാധാരണ ഇലക്ട്രിക് പോസ്റ്റുകൾ നിലത്ത് പതിച്ചു കഴിഞ്ഞാൽ ഫീസ് പോകുന്ന ഒരു സംവിധാനം നമുക്കുണ്ട്. പക്ഷെ അവിടെ അതും പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ഗൗരവമായി കാണണം. അതായത് ഓട്ടോമാറ്റിക്കലി ആ കറണ്ടിന്റെ പ്രവാഹം നിലയ്ക്കുന്ന ഒരു സംവിധാനം നമുക്ക് നമ്മുടെ KECBക്ക് ഉണ്ട് എന്നുള്ള അവകാശപ്പെടുന്നു. അങ്ങനെ സംഭവിക്കുന്നുണ്ട്. പക്ഷെ അത് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ പറയുന്ന 19കാരന്റെ ജീവൻ ഒഴിയില്ലായിരുന്നു എന്നുള്ളത് നമുക്ക് ഗൗരവമായി തന്നെ കാണേണ്ട ഒരു വസ്തുതയാണ്. അരുൺ, ഈ KECBക്ക് ഈ മരം വീണതും പോസ്റ്റ് വീണതും ഇത്തരത്തിൽ കമ്പി റോഡിലേക്ക് പൊട്ടി വീണതിനെ കുറിച്ചുമൊക്കെ വിവരം ലഭിച്ചിരുന്നോ നേരത്തെ? അതോ ഈ അപകട മരണത്തിന് ശേഷമാണോ ഈ സംഭവം KECB ഉദ്യോഗസ്ഥർ അറിയുന്നത്? അതിനുശേഷം തന്നെയാണ്, ഈ അപകടം നടന്നതിന് ശേഷം തന്നെയാണ് പുറംലോകം അറിയുന്നത്. കാരണം ഇവരുടെ വിളി കേട്ടായിരുന്നു ഉറക്കത്തിലായിരുന്ന സമീപവാസികൾ ഉണരുന്നതും തുടർന്ന് ഇവര് രക്ഷാപ്രവർത്തനത്തേക്ക് എത്തുന്നത്. കാരണം ഈ ഉണ്ടായിരുന്ന അമർനാഥും വിനോദും അക്ഷയെ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിൽ അവർക്കും പെട്ടെന്ന് ഈ പറയുന്ന വൈദ്യുതാഘാതം ഏൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തുടർന്നായിരുന്നു നാട്ടുകാരുടെ സഹായത്തോടുകൂടി അക്ഷയെ പുറത്തെടുക്കാൻ കഴിഞ്ഞതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ പറയുന്ന അപകടം നടക്കുന്ന സമയത്തും വൈദ്യുതി പ്രവഹിക്കുകയായിരുന്നുള്ളത് വളരെ ഗൗരവമായ കാര്യമാണ്. കാരണം മഴക്കാലമാണ്, കാറ്റ് ശക്തമായി വീശിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലും ഇപ്പോഴും നമ്മൾ വിശ്വസിക്കുന്നത്. അരുൺമോഹൻ, ഒരു നിമിഷം ഞാനൊന്ന് ഇടപെടുകയാണ്, ദയവായി തുടരുക. ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീമതി മിനി, നമസ്കാരം. അതിദാരുണമായ ഒരു വാർത്തയാണ്. ഈ അപകടം എങ്ങനെ സംഭവിച്ചു എന്നാണ് താങ്കൾക്ക് ലഭിക്കുന്ന വിവരം? ഞാൻ രാവിലെ വിളിച്ചപ്പോഴാണ് അറിഞ്ഞത്. രാത്രി അറിയാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിദാരുണമായ ഒരു സംഭവമാണ്. അറിഞ്ഞപ്പോൾ മനസ്സിൽ പെട്ടെന്ന്, കാരണം മഴക്കാലമായതുകൊണ്ട് ഇങ്ങനെയുള്ള ഗുരുതരമായ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. പല വാർത്തകളിലും നമ്മൾ തേലക്കര സ്കൂളിലേക്ക് കുട്ടികൾ ആ ഒരു ഷോക്കിൽ നിന്നാണ് വീണ്ടും ഈ ഒരു ഷോക്കേറ്റ് പനയമുട്ടം പാമ്പാടിക്ക് അടുത്ത് വെച്ചൊരു റബ്ബർ മരം ഒടിഞ്ഞു വീണു. അതിൽ കൂടി 3 പേര് ബൈക്ക് യാത്രയായിട്ട് വരുന്നതാണ്. ശാലിനി സുരേഷ് ദമ്പതികളുടെ മകനാണ്, 19 വയസ്സുകാരനാണ് ഈ കുട്ടി. അപ്പോ പ്രസിഡന്റിന് വ്യക്തിപരമായി നേരിട്ട് അറിയുന്ന കുടുംബമാണോ? നേരിട്ട് അറിയുന്ന കുടുംബമാണ്. കുട്ടികൾ അത് അധികം അറിയില്ലെങ്കിലും അച്ഛനും അമ്മയും അതുപോലെ തന്നെ വലിയമ്മ വലിയച്ഛനെയും എല്ലാം നേരിട്ട് അറിയുന്ന കുടുംബമാണ്. അപ്പോ ഒരു നമ്മുടെ കാറ്റും മഴയുമായിട്ടുള്ള കാലഘട്ടത്തിൽ നമ്മുടെ KECBയിൽ കുറച്ചുകൂടി ഉണർന്ന് പ്രവർത്തിക്കണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയുവാനുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മുടേതായ അറിവിലേക്കുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ആൾക്കാർക്ക് മരം മുറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പഞ്ചായത്തിൽ തരുന്ന അപേക്ഷകളെല്ലാം തന്നെ പഞ്ചായത്തുമായി ഇടപെട്ടുകൊണ്ട്. ശരി ശ്രീമതി മിനി, ദയവായി താങ്കൾക്ക് തുടരാൻ കഴിയുമെങ്കിൽ ഒരു നിമിഷം. ഇപ്പോൾ
ഇപ്പോൾ MLA DK മുരളി കൂടി നമുക്കൊപ്പം ചേരുകയാണ്. നമസ്കാരം MLA. അതിദാരുണമായ ഒരു സംഭവമായി പോയി. ഈ അപകടം എങ്ങനെ സംഭവിച്ചു എന്നതിനെ കുറിച്ച് താങ്കൾക്ക് എന്തൊക്കെ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട്? രാവിലെ വാർത്തകളിൽ നിന്നാണ് ഇത് ഞാൻ ആദ്യം മനസ്സിലാക്കുന്നത്. പ്രാദേശികമായി അവിടെ എനിക്ക് ബന്ധമുള്ളവർ, വൈസ് പ്രസിഡന്റും മറ്റ് ജനപ്രതിനിധികളും എല്ലാം എന്നെ പിന്നെ വിളിച്ചിരുന്നു. ഞാൻ അങ്ങോട്ട് പോകാൻ പോകുന്നതേ ഉള്ളൂ, അവിടെ എത്തിച്ചേർന്നിട്ടില്ല. തീർച്ചയായിട്ടും ദാരുണമായ ഒരു സംഭവമാണ്. ഇത് അർദ്ധരാത്രിയാണ് സംഭവിച്ചത്. അത് എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്നുള്ളത് വിശദമായ അന്വേഷണം നടത്തേണ്ടിയിരിക്കുകയാണ്. കൂടുതൽ നാട്ടുകാരൊക്കെ പറയുന്നത് ഈ പോസ്റ്റ് പഴകിയതായിരുന്നു, നേരത്തെ തന്നെ അത് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് കൃത്യമായ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ചിലപ്പോൾ ശരിയായിരിക്കാം, എന്താണെന്ന് അന്വേഷിക്കണം. അന്വേഷിച്ചാൽ മാത്രമേ അത് വ്യക്തത നമുക്ക് വരുത്താൻ പറ്റൂ. ഏതായാലും ദാരുണമായ സംഭവമാണ്. അർദ്ധരാത്രിയാണ് സംഭവിച്ചത്. മരം ഒടിഞ്ഞു വീഴുക എന്ന് പറഞ്ഞാൽ യാദൃശ്യമായി സംഭവിച്ചതാവാം. ഈ കാലാവസ്ഥയുടെയൊക്കെ പ്രത്യേകത കൊണ്ടാവാം. ഒരു ഉണങ്ങിയ മരം വീണതായിട്ടാണ് ഞാൻ ഇപ്പൊ മനസ്സിലാക്കുന്നത്. റബ്ബർ കമ്പ് വീണതായിട്ടാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ മറ്റു വിശദാംശങ്ങൾ നമുക്ക് വ്യക്തമാകേണ്ടതുണ്ട്. സാധാരണഗതിയിൽ ഇത്തരത്തിലൊരു വൈദ്യുതി ലൈൻ പൊട്ടി വീണാൽ ഓട്ടോമാറ്റിക്കലി ആ വൈദ്യുതി പ്രവാഹം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ട്, അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനപ്പുറം KCB ഉദ്യോഗസ്ഥർ അറിഞ്ഞിരുന്നുവെങ്കിൽ അവർക്കത് ഓഫ് ചെയ്യാനുള്ളൊരു സംവിധാനവും ഉണ്ടായിരുന്നു. അപ്പോൾ ഉദ്യോഗസ്ഥർ ഇത് നേരത്തെ അറിഞ്ഞിരുന്നില്ലേ? എവിടെയാണ് ആ ഒരു പിഴവ് സംഭവിച്ചത് എന്ന് താങ്കൾക്ക് പ്രാഥമികമായ എന്തെങ്കിലും വിവരം ലഭിക്കുന്നുണ്ടോ? അല്ല, ഇപ്പോ ഞാൻ പറഞ്ഞില്ല, എന്റെ മറ്റു വിശദാംശങ്ങളൊന്നും കിട്ടിയില്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ ഇവിടെ യാത്രക്കിടയിൽ ഇപ്പോ വാഹനം പോകുമ്പോൾ അതേ സമയത്താണ് മരം ഒടിഞ്ഞു വീഴുന്നതും ലൈൻ ഇവരുടെ ബൈക്കിലേക്ക് വന്ന് തട്ടുന്നതും എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എല്ലാം നടക്കുന്നത് ഒരേ സമയത്താണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നമുക്ക് അന്വേഷിക്കേണ്ടതുണ്ട്. എവിടെയെങ്കിലും ഏതെങ്കിലും ഭാഗത്ത് അനാവസ്ഥ ഉണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് ശക്തമായ നടപടി എടുക്കേണ്ടതുണ്ട്. ശരി, വളരെ നന്ദി ശ്രീ DK മുരളി MLA ഈ ഘട്ടത്തിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിനും പ്രതികരിച്ചതിനും. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മിനി നമുക്കൊപ്പം തുടരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. മിനി, ഈ അപകടം നടന്നത്, അതായത് ഇവർ ഈ വാഹനത്തിൽ കടന്നു വന്ന സമയത്ത് തന്നെയാണ് ഈ മരം ഒടിഞ്ഞു വീണതും വൈദ്യുതി ലൈൻ പൊട്ടി താഴേക്ക് വീണതും എന്നാണ് MLAക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. താങ്കൾക്കും അതേ വിവരം തന്നെയാണോ ലഭിച്ചത്? അതേ തന്നെ, ആ വിവരം തന്നെയാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. നമ്മള് വന്ന് കുട്ടികള് ബൈക്കിൽ വരികയും ആ സമയത്ത് അപ്പോഴാണ് മരം ഒടിഞ്ഞു വീഴുകയും ചെയ്തത് എന്നാണ് എനിക്കും കിട്ടിയ വിവരം. ഞാനും സംഭവ സ്ഥലത്തോട്ട് പോകാൻ പോകുന്നതേ ഉള്ളൂ, പോയിട്ടില്ല. രാവിലെയാണ് വിവരം അറിഞ്ഞിട്ടുള്ളത്. അതായത് നേരത്തെ ഇത്തരത്തിൽ അപകടം സംഭവിച്ചു, അതായത് ഈ മരച്ചില്ലയും പോസ്റ്റും ലൈനും ഒന്നും പൊട്ടി വീണ് ആ റോഡിൽ കിടക്കുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ല. അവിടെ ലൈറ്റുകളെല്ലാം ഉള്ള സ്ഥലമാണ്, പിന്നെ ഇരുട്ട് ഭാഗമല്ല, ഇതെല്ലാം ഉള്ള സ്ഥലമായിരുന്നു. ശരി ശരി, വളരെ നന്ദി ശ്രീമതി മിനി ഞങ്ങളോടൊപ്പം ചേർന്നതിന്. ഇപ്പോൾ വൈസ് പ്രസിഡന്റ് ശ്രീ സുനിൽ PM കൂടി നമുക്കൊപ്പം ചേരുകയാണ്. അദ്ദേഹം ആ സംഭവ സ്ഥലത്തുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. താങ്കൾക്ക് അവിടെയുള്ള നാട്ടുകാരുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ എന്താണ് ശ്രീ സുനിൽ മനസ്സിലായത്? അതിപ്പം മനസ്സിലാക്കാൻ കഴിയുന്ന, രാത്രി പയ്യന്മാർ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഈ അടുത്തൊരു മരം ഈ പോസ്റ്റിലേക്ക് വീഴുകയും ഈ പോസ്റ്റ് ഒടിഞ്ഞ് റോഡിലേക്ക് കിടക്കുകയും ചെയ്തു എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പൊ ഈ പയ്യന്മാർ ഇത് അറിയാതെ പോയി വണ്ടി ഓടിച്ച് ആ പൊട്ടിക്കിടന്ന ലൈനിൽ തട്ടി, അങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. അതായത് ഇപ്പൊ MLAയും പ്രസിഡന്റും ഒക്കെ പറയുന്നത് ഈ അപകടം, അതായത് ഇവര് ബൈക്കിൽ സഞ്ചരിച്ച് വരുന്ന സമയത്ത് തന്നെയാണ് ഈ മരച്ചില്ലയും വൈദ്യുതി കമ്പിയും എല്ലാം പൊട്ടി അവിടേക്ക് വീണത് എന്നുള്ളതാണ്. നേരത്തെ അത് പൊട്ടി അവിടെ റോഡിൽ കിടക്കുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ല എന്നുള്ളതാണ്. അത് തന്നെയാണോ താങ്കൾക്കും മനസ്സിലാക്കാൻ കഴിയുന്നത്? പ്രാഥമികമായി അവിടെ ഇപ്പോൾ രക്ഷാപ്രവർത്തനം ആദ്യഘട്ടത്തിൽ നടത്തിയത് നാട്ടുകാരാണല്ലോ. അവർ ഈ അപകടത്തെ കുറിച്ച് കൂടുതലായി എന്തൊക്കെ പറയുന്നുണ്ട്? തൊട്ടടുത്ത് കശാപ്പ് നടക്കുകയായിരുന്നു. അപ്പോൾ അവരാണ് ഇത് അറിഞ്ഞ് ഓടിച്ച് വന്ന് അവർ രക്ഷപ്പെടുത്തുകയും ചെയ്തത്. ഓക്കെ, ഇവർ 3 പേരും ഒരു ബൈക്കിൽ വരുന്ന സമയത്താണ് ഈ അപകടം സംഭവിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ബാക്കി 2 പേരും തെറിച്ച് വീണത് കൊണ്ട് വലിയ ദുരന്തം ഒഴിവായി അല്ലേ? ദുരന്തം ഒഴിവായി, അതെ അതെ. ബൈക്ക് ഓടിച്ച പയ്യനാണ് അക്ഷയാണ് മരണപ്പെട്ടത്. അതെ, ഈ വൈദ്യുതി പോസ്റ്റ് കാലപ്പഴക്കം ചെന്നിരുന്നതാണ്. വൈദ്യുത പോസ്റ്റ് കാലപ്പഴക്കം ചെന്ന ഒരു പോസ്റ്റാണ്. കാലപ്പഴക്കം ചെന്ന വൈദ്യുത പോസ്റ്റാണ്. അപ്പോൾ താങ്കളുടെ അടക്കം ശ്രദ്ധയിൽ നേരത്തെ ഇത് പെട്ടിരുന്നോ? ഇത് നമ്മൾ നേരത്തെ അവരെ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർക്ക് അറിയിപ്പ് ഇത് പോസ്റ്റ് മാറ്റവുമായി ബന്ധപ്പെട്ടൊക്കെ. KCB ഉദ്യോഗസ്ഥർ മാറ്റിയില്ല എന്നാണോ? അതല്ല, അവര് പോസ്റ്റിന്റെ ഭാഗത്ത് അടുത്തുള്ള പോസ്റ്റിലൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു പോസ്റ്റ് കാലപ്പഴക്കം സംഭവിച്ച ഒരു പോസ്റ്റാണിത്.
ഓക്കെ, നമുക്കറിയാം ഈ മഴക്കാലമാണ്, ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഒരുപാടുണ്ട്. അപ്പോൾ ഈ റോഡരികിലുള്ള മരങ്ങളുടെ കാര്യങ്ങൾ, അതോടൊപ്പം ഇതുപോലെയുള്ള കാലപ്പഴക്കം ചെന്ന പോസ്റ്റിന്റെ കാര്യത്തിലൊക്കെ നമ്മൾ കുറച്ചധികം ജാഗ്രത പുലർത്തേണ്ട ഒരു സമയമാണ്. അതെ 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 ഈ മരങ്ങൾ മുറിച്ചു മാറ്റിയെ സംബന്ധിച്ച് പലതവണ നമ്മൾ KSCBക്ക് നമ്മളെ പഞ്ചായത്ത് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. കാര്യം ഇതുപോലെ അപകടത്തിലേക്കുന്ന മരങ്ങൾ ഇനിയും ആ ഭാഗത്ത് നമ്മുടെ അടുത്ത് ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ട്. കാര്യം അതിപ്പോ ഇത് നമ്മൾ രേഖാമൂലം അറിയിപ്പ് കൊടുത്തിട്ടും മുറിച്ചു മാറ്റാത്ത ഇതിന്റെ ഉടമസ്ഥ തന്നെ ഉണ്ട്. അത് സാധാരണ ഈ റോഡിലോട്ട് ചാഞ്ഞു നിൽക്കുന്ന മരച്ചില്ലകളൊക്കെ KSCB ഉദ്യോഗസ്ഥർ തന്നെ വന്ന് കൃത്യമായ സമയത്ത് വെട്ടിമാറ്റുന്നതല്ലേ? അതെ, വെട്ടിമാറ്റുന്നതാണ്. അവര് വന്ന് സമയം വെട്ടിമാറ്റുന്നതാണ്. ഇവിടെ എന്താണ് അങ്ങനെ സംഭവിക്കാതെ പോയത്? ഇവിടെ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് ഇതിപ്പം ഈ ഇതിലേക്ക് വീണിരിക്കുന്നത് നല്ല ഉണങ്ങിയ ഒരു മരമാണ് ഈ പോസ്റ്റിലേക്ക് വീണിരിക്കുന്നത്. അപ്പൊ ആ പോസ്റ്റിൽ നിന്നാണ് ഇപ്പൊ ലോഡിലേക്ക് വന്ന് വീണ് കിടക്കുന്നത്. അപ്പൊ ഇത് അവര് വന്ന സമയത്താണ് ഒരു കാണാതെ വണ്ടി വന്ന് ലൈനിൽ പൊട്ടിക്കുന്ന ലൈനിലേക്ക് തട്ടുകയാണ് ചെയ്തത്. അല്ല, എന്തുകൊണ്ടാണ് ആ മരച്ചില്ലകളൊക്കെ വെട്ടി മാറ്റാതിരുന്നത് എന്നാണ് ഉദ്ദേശിച്ചത്? അത് KSCBയുമായി ബന്ധപ്പെട്ട് നമുക്ക് നടപടി മുമ്പോട്ട് പോകേണ്ടി വരും, ചോദിച്ചറിയേണ്ടി വരും അല്ലേ എന്താണ് സംഭവിച്ചത്? അതെ അതെ. ഓക്കെ, വളരെ നന്ദി ശ്രീ സുനിൽ PM ഞങ്ങളോടൊപ്പം ചേർന്നതിനും പ്രതികരിച്ചതിനും. അരുൺ മോഹൻ നമുക്കിപ്പം തുടരുന്നുണ്ട്. അരുൺ, ഇവിടെ രണ്ട് വിഷയങ്ങളുണ്ട്. ഒന്ന്, കാലപ്പഴക്കം ചെന്ന പോസ്റ്റ് ആയിരുന്നു, അത് മാറ്റണമെന്ന് KSCB ഉദ്യോഗസ്ഥരോട് പറഞ്ഞെങ്കിലും അതിന് നടപടി ഉണ്ടായില്ല. മറ്റൊന്ന്, മരച്ചില്ലകൾ ഈ മഴക്കാലത്തും അവിടെ നിന്ന് വെട്ടിമാറ്റിയിരുന്നില്ല എന്നതാണ്. റോഡിലേക്ക് അപകടകരമായ രീതിയിൽ ചാഞ്ഞു നിന്ന മരച്ചില്ലകൾ വെട്ടിമാറ്റിയില്ല. അതെന്തുകൊണ്ടാണ് എന്നത് ചോദിക്കുമ്പോൾ വൈസ് പ്രസിഡന്റ് അടക്കം അന്വേഷിക്കണം, KSCB ഉദ്യോഗസ്ഥരോട് ചോദിക്കണം എന്നുള്ളതൊക്കെയാണ് നമ്മളോട് പറഞ്ഞത്. എന്താണ് നാട്ടുകാരിൽ നിന്ന് നമുക്ക് കൂടുതലായിട്ട് ലഭിക്കുന്ന വിവരം അരുൺ? അത് തന്നെയാണ് അവസ്ഥ. നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം, ഒരു ഉണങ്ങിയ മരക്കഷ്ണം വീഴുമ്പോൾ വീഴുന്ന തരത്തിലുള്ള ബലം മാത്രമേ ആ പോസ്റ്റിനുണ്ടായിരുന്നു എന്നുള്ളത് തന്നെ നമുക്ക് എടുത്ത് വായിക്കാം എന്നുള്ളൊരു കാരണമാണ്. കാരണം ഒരു വളരെ ബലം കുറഞ്ഞ ഉണങ്ങിയ പോസ്റ്റ് തന്നെ, ഒരു ഉണങ്ങിയ റബ്ബർ മരമാണ് ഈ അപകടത്തിന് കാരണമാക്കിയത്. പക്ഷെ നമുക്ക് അറിയാം, കരാർ വ്യവസ്ഥയിൽ പല സ്ഥലങ്ങളിലും ഈ മരച്ചില്ലകൾ ലൈനിൽ തട്ടി നിൽക്കുന്നത് വെട്ടിമാറ്റുന്ന രീതി KSCB സമയബന്ധിതമായി പലയിടത്തും നമുക്ക് ചെയ്യുന്ന കാഴ്ചയുണ്ട്. പക്ഷേ ഈ ഉണങ്ങി നിൽക്കുന്ന മരങ്ങളെ പലപ്പോഴും മാറ്റാനോ അല്ലെങ്കിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങളെ നീക്കം ചെയ്യാനോ തയ്യാറല്ല. അതിന് KSCB മാത്രം നമുക്ക് പറയാൻ പറ്റില്ല. അവിടുത്തെ പഞ്ചായത്ത് ഭരണകൂടങ്ങളെയും നമ്മളത് ചെയ്യണം. കാരണം അവിടെ അവരെ കൂടി മുൻകൈ എടുത്താൽ മാത്രമേ ചിലപ്പോൾ തർക്കഭൂമിയിൽ നിൽക്കുന്ന വസ്തുവായിരിക്കാം, അല്ലെങ്കിൽ ചാഞ്ഞു നിൽക്കുന്ന വസ്തുവായിരിക്കാം. ഇതിനെ മുറിച്ചു മാറ്റുന്നത് ഒരു വിവേചന അധികാരം എടുത്തുകൊണ്ട് മുറിച്ചു മാറ്റിയാലേ ഇത്തരത്തിൽ അപകടം മാറ്റാൻ കഴിയുമെന്നുള്ളതാണ് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഒരു കാര്യം ഈ സമയത്ത് എടുത്തു പറയാനുള്ളത്, വെള്ളറട എന്ന് പറയുന്ന സ്ഥലത്ത് കൃഷിഭവന്റെ മുന്നിൽ ഒരു തെങ്ങ് പട്ട് നിൽക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 3 മാസത്തിലധികമായി. ഈ പ്രദേശത്തോട് പോകുന്ന വാഹനങ്ങൾ ഏത് നിമിഷവും അപകടത്തിൽപ്പെടാവുന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത്. അവിടെയുള്ള ജനങ്ങൾ നിരവധി തവണ പഞ്ചായത്ത് അതിൽ ശ്രദ്ധപ്പെടുത്തിയിട്ടും ഇതുവരെ അതിനൊരു പരിഹാരം കാണാൻ കഴിഞ്ഞില്ല. അവിടെ ഭരണ അധികാരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം പറയുന്ന ഒരു അവസ്ഥയാണ്. ഒരു പക്ഷേ ഇത്തരത്തിലായിരിക്കാം ഇവിടെയും അതായത് അരുൺ, ഈ ജനപ്രതിനിധികൾ തമ്മിൽ ഒരു ഏകോപനമില്ല ഇത്തരം വിഷയങ്ങളൊന്നും കൈകാര്യം ചെയ്യുന്നതിൽ. ഇതൊക്കെ നിരന്തരം സംഭവങ്ങളാണ്, ഇത്തരത്തിലുള്ള അനാസ്ഥയൊക്കെ ആ പഞ്ചായത്തിലെ നിരന്തരം സംഭവമാണ് എന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും ഈ പറയുന്ന പല സ്ഥലങ്ങളിലും നമുക്കത് കാണുന്നത്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇലക്ട്രിക് ലൈനിൽ തട്ടി നിൽക്കുന്ന ചില്ലകൾ വെട്ടിമാറ്റാൻ കാണിക്കുന്ന ഒരു ധൈര്യവും അല്ലെങ്കിൽ ഈ പറയുന്ന ഉത്തരവാദിത്വവും പട്ടു നിൽക്കുന്ന അല്ലെങ്കിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റാൻ കാണിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് എടുത്തു പറയാനുണ്ട്. അത് തന്നെയാണ് ഇന്ന് ഈ ഒരു 19കാരന്റെ ജീവനെടുക്കാൻ കാരണമായത് എന്ന് നമ്മൾ എടുത്തു പറയേണ്ടി ഇരിക്കുന്നു. കാരണം ഒരുപക്ഷെ ഇപ്പോൾ മാത്രമല്ല, കാലപ്പഴക്കം ചെയ്ത പോസ്റ്റുകൾ അത് ഏതൊക്കെയാണെന്ന് കണ്ടെത്തി അത് എത്ര തന്നെ ഉണ്ടെന്ന് എണ്ണമെടുത്ത് അതിനൊരു പരിഹാരം കാണേണ്ടതും അധികാരികളുടെ ഒരു ഉത്തരവാദിത്വമാണെന്നുള്ളത് മനസ്സിലാക്കാം. അതെ, ഇവിടെ രേഖാമൂലം പരാതി നൽകിയിട്ടും വിഷയത്തിൽ ഒരു നടപടി ഉണ്ടായില്ല എന്നാണ് പഞ്ചായത്ത് അധികൃതർ തന്നെ പറയുന്നത്. തീർച്ചയായും അവിടെ പറയുമ്പോൾ ഈ പറയുന്ന പോസ്റ്റിന് പൈസ അടച്ചാൽ മാത്രമേ പോസ്റ്റ് നീക്കം ചെയ്യാൻ കഴിയൂ എന്നുള്ളൊരു നിലപാടിൽ KSCB എടുക്കും. ഒരുപക്ഷെ പഞ്ചായത്ത് ഭരണകൂടം ചിലപ്പോൾ അതിന് തീരുമാനമെടുക്കാൻ കാലതാമസം എടുക്കും. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്ന വിഷയങ്ങളാണ് ഈ പറയുന്ന അപകടങ്ങളിലേക്ക് എത്തുന്നത്. ഒരു അപകടം വരുമ്പോൾ മാത്രമേ ഉണർന്നു പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയുള്ളൂ എന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഈ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അടക്കം പറയുന്നത് പോലെ ഈ KSCB ഉദ്യോഗ
ഉദ്യോഗസ്ഥരെ മാത്രം ഇതിൽ കുറ്റം പറയാൻ പറ്റാത്ത സാഹചര്യമാണ്. തക്ക സമയത്ത് നടപടി എടുത്തില്ല, അല്ലെങ്കിൽ ഒരു പരാതി കൊടുത്തിട്ട് മാറിയിരുന്നു എന്നതിനപ്പുറം വേണ്ട നടപടി സ്വീകരിച്ചില്ല എന്നത് പഞ്ചായത്ത് അധികൃതരുടെയും ഒരു വീഴ്ചയായിട്ട് നമുക്ക് കാണേണ്ടി വരും. തീർച്ചയായും നമുക്ക് അങ്ങനെ അത് അങ്ങനെ തന്നെ വായിക്കേണ്ടി വരും. കാരണം ഈ പറയുന്ന കാലപ്പഴക്കം ചെന്ന വൈദ്യുതി ലൈനുകൾ, ഒപ്പം നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം. ഈ പറയുന്ന ഒരു ഉണങ്ങിയ റബ്ബർ മരത്തിന്റെ ഭാരം എന്തായിരിക്കും? അതൊരു പോസ്റ്റിൽ വീണ് അത് നിലത്ത് വീഴാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് എത്രത്തോളം അപകടാവസ്ഥയിൽ നിൽക്കുന്ന ഒരു ലൈനായിരുന്നു, അല്ലെങ്കിൽ പറയുന്ന ഒരു പോസ്റ്റ് ആയിരുന്നു എന്നുള്ളത് നമുക്കിനി പറയേണ്ട ആവശ്യമില്ല. ഇത് ഒരുപക്ഷെ ഇന്ന് ഇതൊരു പകൽ സമയത്തായിരുന്നെങ്കിൽ ഈ പറയുന്ന അപകടത്തിന്റെ വ്യാപ്തിയും ഇതായിരിക്കില്ല എന്നുള്ളതും കൂടി നമുക്ക് കൂട്ടിവായിക്കാം. കാരണം മഴക്കാലമാണ്. ഈ മഴക്കാലത്ത് ഈ നിൽക്കുന്ന സാഹചര്യങ്ങളിൽ ഇതിന് അടിയന്തരമായ നടപടി കൈക്കൊള്ളാൻ അധികൃതർ കാണിക്കുന്ന അനാസ്ഥ തന്നെയാണ് ഇത്തരം ജീവനുകൾ പൊലിയാൻ കാരണമെന്നുള്ളത്. തീർച്ചയായും അരുൺ, ഇവിടെ സ്വാഭാവികമായും സംസ്ഥാനത്തെ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്കറിയാം, ഈ മഴക്കാലമാവുന്നതിന് മുമ്പ് അല്ലാതെ തന്നെ ഈ അപകടകരമായ രീതിയിൽ റോഡിലേക്കോ ഈ ലൈനിലേക്കൊക്കെ വളർന്നു നിൽക്കുന്ന മരങ്ങളൊക്കെ KCB ഉദ്യോഗസ്ഥർ വന്ന് കൃത്യമായി വെട്ടിമാറ്റുന്നതാണ്. ഇവിടെ എന്താണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാതിരുന്നത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. അവിടെ എന്തുകൊണ്ട് അങ്ങനെ ഒരു അനാസ്ഥ കൂടി സംഭവിച്ചു? ഇതിപ്പോൾ രണ്ട് വിഷയമുണ്ടല്ലോ. ഒന്ന്, മരം ചില്ലകൾ കൃത്യമായി വെട്ടിമാറ്റിയില്ല എന്നതുകൂടി ഒരു സാഹചര്യമാണല്ലോ. അതെന്തുകൊണ്ടായിരിക്കാം? തീർച്ചയായും അത് തന്നെയാണ് നമുക്കിന്ന് പരിശോധിക്കാനുള്ളത്. കാരണം ഈ പറയുന്ന അപകടാവസ്ഥയിൽ നിൽക്കുന്ന ഒരു സാഹചര്യം അവിടെ പരിസരവാസികൾ ഉൾപ്പെടെ പറഞ്ഞിട്ടും ഈ പറയുന്ന ഇതിനൊരു നീക്കം ചെയ്യാൻ ഒരു നടപടി കൈക്കൊള്ളാത്തത് എന്ത് എന്നുള്ളത് തന്നെയാണ് പ്രധാനമായ ഒരു ചോദ്യം. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ റോഡ് സുരക്ഷ ഉറപ്പുവരുത്തുന്ന അധികാരികൾ തന്നെ, അത് പോലീസ് ആയിക്കോട്ടെ, മോട്ടോർ വാഹന വകുപ്പ് ആയിക്കോട്ടെ, അവരും കൂടെ മുൻകൈ എടുത്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് ഈ പറയുന്ന ഈ റോഡിൽ നിൽക്കുന്ന പോസ്റ്റുകൾ, സുരക്ഷ നൽകാത്ത അപകടാവസ്ഥയിൽ നിൽക്കുന്ന പോസ്റ്റുകളും മരച്ചില്ലകൾക്കും എടുക്കുന്നവർക്കും നടപടി എടുക്കണമെന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ നാട്ടുകാരിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇത് പല ഭാഗത്തും സഞ്ചരിക്കുമ്പോൾ ഇങ്ങനൊരു അവസ്ഥ ഉണ്ട്. അപകടാവസ്ഥ സൃഷ്ടിച്ചുകൊണ്ട് ഇനിയും മരങ്ങൾ പലയിടത്തും നിൽക്കുന്നു എന്ന് തന്നെയാണ് നാട്ടുകാർ ഇവിടെ നമ്മളോട് പങ്കുവയ്ക്കുന്നത്. ശരി, അരുൺ മോഹനാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർത്തത്. എന്തായാലും തിരുവനന്തപുരം നെടുമങ്ങാടാണ് ഇത്തരത്തിൽ അതിദാരുണമായ ഒരു സംഭവം, അപകടമുണ്ടായത്. പൊട്ടി വീണ് കിടന്നിരുന്ന വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റാണ് 19-കാരൻ മരിച്ചത്. നെടുമങ്ങാട് പനയമുട്ട സ്വദേശി അക്ഷയാണ് മരിച്ചത്. അക്ഷയും രണ്ട് സുഹൃത്തുക്കളും 3 പേർ ഒരു ബൈക്കിൽ സഞ്ചരിച്ച് വരികയായിരുന്നു. കാറ്ററിംഗ് ജോലി കഴിഞ്ഞ് അർദ്ധരാത്രി മടങ്ങി വരുന്ന സമയത്താണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചത്. ഇവിടെ ഈ അപകടത്തിന്റെ അനാസ്ഥയെക്കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, മരച്ചിലകൾ കൃത്യസമയത്ത് വെട്ടിമാറ്റിയിട്ടില്ല. മഴക്കാലമാണ്, അതിശക്തമായ കാറ്റ് എല്ലാ മേഖലയിലുമുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ അപകടം സൃഷ്ടിക്കാൻ സാധ്യതയുള്ള മരച്ചിലകളും മരങ്ങളും ഒക്കെ വെട്ടിമാറ്റുക എന്നുള്ളത് പ്രാഥമികമായി ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിവിടെ ഉണ്ടായിട്ടില്ല. മറ്റൊന്ന്, കാലപ്പഴക്കം ചെന്ന പോസ്റ്റാണ്. ഈ വൈദ്യുതി പോസ്റ്റ് അവിടെ നിന്ന് മാറ്റണം എന്നുള്ളത് പലപ്പോഴായി നാട്ടുകാർ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. അത് പ്രകാരം പഞ്ചായത്ത് അധികൃതർ കത്ത് നൽകിയിട്ടുണ്ട് KCBക്ക്. പക്ഷേ അവർ നടപടി എടുത്തില്ല എന്നതാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നമ്മളോട് സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ച കാര്യം. പക്ഷേ അതിനപ്പുറം ഈ KCB ഉദ്യോഗസ്ഥർ കൃത്യമായി ആ നടപടി എടുക്കാത്തതിൽ ഈ പൈസ അനുവദിക്കുന്നതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തു നിന്നും വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആ വിവരമാണ് അരുൺ മോഹൻ നമ്മളുമായി പങ്കുവച്ചത്. നമുക്ക് മറ്റു വാർത്തകളിലേക്ക് കൂടി കടക്കാം. കൊല്ലം സ്വദേശി അതുല്യ ശേഖറിനെ ഷാർജയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ ഭർത്താവ് സതീഷിനെതിരെ കൊലക്കുറ്റം ചുമത്തി പോലീസ്. ശാരീരിക പീഡനം, സ്ത്രീധന പീഡനം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി ചവറ തെക്കുംഭാഗം പോലീസാണ് കേസെടുത്തത്. അതുല്യയെ സതീഷ് മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു. വിവാഹം കഴിഞ്ഞതു മുതൽ മകൾ പീഡനം നേരിട്ടിരുന്നതായി കുടുംബം പറഞ്ഞു. വീട്ടിൽ പോയി അവള് ബിരിയാണിയൊക്കെ കഴിച്ച് സന്തോഷത്തെ നായുമൊക്കെ ചെത്തി പൂളി തിന്നെന്നൊക്കെ പറഞ്ഞ് ഞാൻ വീഡിയോ കോളിൽ വിളിച്ചപ്പം ഹാപ്പിയായിട്ട് അവർ അനിയത്തിയും ചേട്ടത്തിയോട് എൻ്റെ അടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്തതാണ്. കുഞ്ഞ് നമ്മളറിഞ്ഞില്ല എൻ്റെ കുഞ്ഞിന് ഇങ്ങനെ ഒരു ഗതി വരും. ഇതിനു മുമ്പ് എൻ്റെ കുഞ്ഞിനെ അവൻ ഇതേപോലെ വീട്ടിൽ വന്നിട്ടുള്ളപ്പോഴൊക്കെ അവൻ ഇവിടെ വരുന്നതിന് ആദ്യമൊക്കെ ഇവിടെ വരുന്നതിനായിരുന്നു അവന് ഇഷ്ടക്കേട്. അത് കഴിഞ്ഞ് പിന്നെ എവിടെയെങ്കിലും എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ അവിടെ കൂടെ പഠിച്ച കുഞ്ഞുങ്ങൾ വഴി വെച്ച് കണ്ടു കഴിഞ്ഞാൽ മിണ്ടുന്ന പെൺപിള്ളേരായാലും ആൺപിള്ളേരായാലും മിണ്ടിയോ പറയുകയോ ചെയ്യുന്നതിനൊക്കെ അവന് ഭയങ്കര എതിർപ്പായിരുന്നു. അന്നേരമൊക്കെ എൻ്റെ കുഞ്ഞിനെ അവന് വീട്ടിൽ ചെന്നിട്ട് ഉപദ്രവിക്കുകയും വഴക്ക് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്.
എസ് വിനീഷ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. വിനീഷ്, വിഭജികയുടെയും മകളുടെയും വാർത്ത നമ്മളെ ഏറെ വേദനിപ്പിച്ചതാണ്. നമ്മൾ ആ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്ത് വരുന്നതിനിടയിലാണ് സമാനമായ രീതിയിൽ മറ്റൊരു വാർത്ത കൂടി ഷാർജയിൽ നിന്ന് നമ്മളെ തേടിയെത്തിയത്. അതുല്യ ആത്മഹത്യ ചെയ്തു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. പക്ഷേ ആത്മഹത്യ ചെയ്യില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുകയാണോ കുടുംബം എന്താണ് ഈ ഭർത്താവ് സതീഷിനെതിരെ പറയുന്ന കാര്യങ്ങൾ? ആര്യ, ഷാർജയിൽ കൊല്ലം ചവറ തെക്കമ്പാകം സ്വദേശി അതുല്യ സതീഷിനെയാണ് റോളയിലെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ മരണത്തിൽ അടിമുടി ദുരൂഹത ഉണ്ടെന്നാണ് നാട്ടിലെ കുടുംബം ആരോപിക്കുന്നത്. ഭർത്താവ് ഉപദ്രവിച്ചതിന് പിന്നാലെ മനംനൊന്ത് ജീവനൊടുക്കിയതാണെന്ന് ചില സൂചനകൾ ബന്ധുക്കളിൽ നിന്നും വരുന്നുണ്ട്. എന്തായാലും ഇതിൽ സമഗ്രമായ ഒരു അന്വേഷണം വേണമെന്നാണ് ഇപ്പോൾ ഈ അതുല്യയുടെ മാതാപിതാക്കൾ ആവശ്യപ്പെടുന്നത്. അവർ പരാതി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമായിരുന്നു പരാതി നൽകിയത്. 1.5 വർഷം മുൻപാണ് സതീഷ് അതുല്യയെ ഷാർജയിൽ കൊണ്ടുപോകുന്നത്. ഇവർക്ക് ഒരു മകളുണ്ട്. മകൾ നാട്ടിലെ ഈ അതുല്യയുടെ അച്ഛന്റെയും അമ്മയുടെയും ഒപ്പമാണ് പഠിക്കുന്നതും വളരുന്നതും. ദുബായിലുള്ള ഒരു കെട്ടിട നിർമ്മാണ കമ്പനിയിലെ എഞ്ചിനീയറാണ് അതുല്യയുടെ ഭർത്താവായ സതീഷ്. ഇയാൾ മദ്യത്തിന് അടിമയാണെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. കഴിഞ്ഞ ദിവസം ഇരുവരും വഴക്കുണ്ടായിരുന്നു. ഈ വഴക്കുണ്ടായതിനെ തുടർന്ന് സതീഷ് വീട് വിട്ടിറങ്ങിപ്പോയ സാഹചര്യമുണ്ടായി. അങ്ങനെ പിന്നീട് തിരികെ എത്തിയപ്പോഴാണ് അതുല്യയെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയതെന്നാണ് അവിടെ നിന്നും അറിയാൻ കഴിയുന്നത്. മരണത്തിൽ ഷാർജ പോലീസ് കേസെടുത്തതായിട്ടും അറിയുന്നുണ്ട്. അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് അടിമുടി ദുരൂഹതകൾ കുടുംബം ആരോപിക്കുന്നു. അതിന്റെ ചില പ്രകടമാകുന്ന ചില ദൃശ്യങ്ങളും ഓഡിയോ സന്ദേശങ്ങളും എല്ലാം ഈ കുടുംബത്തിൽ എത്രത്തോളം കൊടിയ പീഡനമാണ് ആ വീടിനുള്ളിൽ അതുല്യ നേരിട്ടത് എന്നതിന് ഒരുപാട് തെളിവുകൾ നമുക്ക് മുന്നിലുണ്ട് എന്നതാണ് സാഹചര്യം. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വീഡിയോ ഒക്കെ നമ്മളെ ഒരുപാട് വേദനിപ്പിക്കുന്നതും കണ്ടിരിക്കാൻ ബുദ്ധിമുട്ടുള്ളതുമാണ്. ഈ വേദന സഹിക്കവയ്യാതെ ആക്രമണത്തിൽ അലമുറയിട്ട് കരയുന്ന അതുല്യൊക്കെ നമ്മൾ കണ്ടു. ഈ കുടുംബത്തിന് ഇത്തരത്തിൽ ഈ സതീഷിനെ കുറിച്ച്, സതീഷ് ഇത്തരം നിരന്തരം ഉപദ്രവിക്കുന്ന ആളായിരുന്നു എന്നതിനെ കുറിച്ച് നേരത്തെ വിവരമുണ്ടായിരുന്നില്ലേ? തീർച്ചയായും ഉണ്ടായിരുന്നു ആര്യ. 2014 ഇരുവരുടെയും വിവാഹം നടന്നത്. 43 പവനും ഒരു ബൈക്കും സ്ത്രീധനമായി നൽകുകയും ചെയ്തിരുന്നു എന്നാണ് എഫ്ഐആറിൽ സൂചിപ്പിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഈ സ്ത്രീധനം കുറഞ്ഞതിന്റെ പേരിൽ സതീഷ് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതും കേസെടുത്തിരിക്കുന്നതും. അപ്പോ ഇത് നമുക്ക് ഈ അതുല്യയുടെ മാതാപിതാക്കൾ പോലീസിനോട് മൊഴി നൽകിയത് തന്നെ ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് ഈ സ്ത്രീധനത്തിന്, ഞാനിപ്പോ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്ത്രീധനത്തിന്റെ പേരിൽ കൊടിയ പീഡനം ഏൽക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. നിരന്തരം മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അവർ അന്നും പോലീസിൽ പരാതി നൽകിയ സാഹചര്യം ഉണ്ടായിരുന്നു. അന്നെല്ലാം ഇയാളെ വിളിക്കുമ്പോൾ ഇയാൾ വളരെ മാന്യനായി സംസാരിക്കുന്നു, മാപ്പ് പറയുന്നു, അതുല്യയുടെ മുന്നിൽ മാപ്പ് പറയുന്നു, ഇനി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകില്ല എന്ന് മാപ്പ് പറയുന്നു. ഈ മാപ്പ് പറയച്ചിലിന് പിന്നാലെ ഇവർ പരാതി പിൻവലിച്ച സാഹചര്യം ഉണ്ടായി. അങ്ങനെ പരാതി പിൻവലിച്ചിട്ട് വീണ്ടും സമാനമായ രീതിയിൽ ഇത്തരത്തിലുള്ള അക്രമങ്ങൾ ഉണ്ടാകുന്നു. അതിനുശേഷമാണ് ഇരുവരും ദുബായിലേക്ക് തിരിച്ചു പോകുന്നത്. കുട്ടിയെ ദുബായിലേക്ക് കൊണ്ടുപോയി എന്ന് പറയപ്പെടുന്നുണ്ടായിരുന്നു. അങ്ങനെ കുട്ടിക്ക് അവിടെ നിൽക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് ഈ കുഞ്ഞിനെ വീണ്ടും നാട്ടിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ എത്ര വയസ്സുള്ള മകളാണ് വിനീഷ്? മകൾക്ക് 11 വയസ്സാണ് പ്രായം. 10 വയസ്സാണ് പ്രായം. മകൾ നാട്ടിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം 11 വർഷത്തോളം ആകുന്നു എന്നാണ് നമുക്കറിയുന്നതും. അപ്പോൾ ഈ മകൾക്ക് ഏറ്റവും കൂടുതൽ താല്പര്യവും പഠിക്കാനും നാട്ടിൽ നിൽക്കാനും എല്ലാം ഈ അതുല്യയുടെ അച്ഛന്റെയും അമ്മയുടെയും കൂടെ നിൽക്കാനാണ് താല്പര്യം. അതാണ് അതുല്യയും ആഗ്രഹിച്ചിരുന്നത്. കാരണം മകൾ ഇവരോടൊപ്പം ഷാർജയിലുള്ള സമയത്തും ഇയാൾ ഇത്തരത്തിലുള്ള വീട്ടിൽ അക്രമം നടത്തുകയും മദ്യത്തിന് അടിമപ്പെട്ട് നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയും. ഇയാളുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കുട്ടിക്കും ഇഷ്ടമില്ലായിരുന്നു. അപ്പൊ കുട്ടിയുടെ ഒരു സംരക്ഷണം എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അതുല്യ ഈ കുട്ടിയെ നാട്ടിൽ നിർത്തി പഠിപ്പിക്കാനായിരുന്നു ആഗ്രഹിച്ചത്. അങ്ങനെ നാട്ടിലാണ് കുട്ടി പഠിക്കുന്നതും. അപ്പം എന്തായാലും ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നാക്കുന്നത് വളരെ ഞെട്ടലോടെയാണ്. ഒരു കസേര എടുത്ത് അതുല്യയെ അടിക്കാൻ തുടങ്ങുന്നതായിട്ടുള്ള ദൃശ്യങ്ങൾ വരുന്നു. അതുപോലെ തന്നെ ഒരു മാരകായുധം വെച്ചിട്ട് അയാൾ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നതായിട്ട് വരുന്നു. അതുപോലെ ഈ അതുല്യക്ക് മർദ്ദനമേറ്റ പാടുകളുടെ ദൃശ്യങ്ങൾ നാട്ടിലേക്ക് അയച്ചു കൊടുക്കുന്നു. ഇതെല്ലാം വലിയ ഒരു തെളിവായിട്ട് തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. കാരണം ഈ ബന്ധുക്കൾക്കും വലിയൊരു ഞെട്ടലാണ് അനുഭവപ്പെട്ടത്. കാരണം ഈ സഹോദരി, ഈ അതുല്യയുടെ ഒരു സഹോദരിയും ഇപ്പോൾ ഷാർജയിൽ ഇവരുടെ ഫ്ളാറ്റിന് സമീപത്തായിട്ട് താമസിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സഹോദരിക്കും ഇത്തരം കാര്യങ്ങൾ അറിയാമായിരുന്നു.
എന്നാണ് അറിയുന്നത്. എന്തായാലും ഷാർജ പോലീസ് അവിടെ അന്വേഷണം നടക്കുന്നുണ്ട്. വിനീഷ്, ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ എല്ലാവരും ചോദിച്ചു പോകുന്ന കാര്യമാണ്, ഈ ക്രൂരതകളൊക്കെ സഹിച്ച് അവർ എന്തിനവിടെ നിന്നു, അവരെ അവിടെ തുടരാൻ അവരുടെ വീട്ടുകാർ എന്തിന് സമ്മതിച്ചു എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു ദാരുണമായ സംഭവം നടന്നതിന് ശേഷം കുടുംബം രംഗത്തേക്കെത്തി നിരന്തരം മർദ്ദിച്ചിരുന്നു, സ്ത്രീധന പീഡനം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയും. പക്ഷേ അതിനു മുമ്പ് അവർ നടപടി എടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ നമുക്കൊരു ജീവൻ രക്ഷിക്കാമായിരുന്നു എന്നതാണ് വാസ്തവം. അപ്പോൾ ഇവിടെ കുടുംബം എന്തുകൊണ്ടാണ് അതുല്യെ തിരികെ വീട്ടിലേക്ക് വിളിക്കാതിരുന്നത്? അല്ലെങ്കിൽ അവർക്ക് കൃത്യമായ ഒരു ധാരണ ഉണ്ടായിരുന്നില്ലേ? എന്താണ് കുടുംബം പറയുന്നത്? ആര്യ, നമുക്ക് അത്തരം വിവരങ്ങൾ നമ്മൾ ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്, നിരന്തരം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരന്തരം പീഡനത്തിന് ഇരയാവുമെങ്കിലും അതുല്യയ്ക്ക് ഭർത്താവിനോടുള്ള സ്നേഹം വലുതായിരുന്നു. അടിക്കടി ഇയാളുടെ സ്വഭാവത്തിന് ചില മാറ്റങ്ങൾ വരുമെന്നാണ് പറയുന്നത്. കാരണം അതുല്യയെ ഉപദ്രവിച്ചാലും അയാൾ പിന്നീട് അതുല്യയോട് വലിയ രീതിയിലുള്ള സ്നേഹവും അടുപ്പവും പ്രകടിപ്പിക്കും, മാപ്പ് പറയും. ഇങ്ങനെയാവുമ്പോൾ അതുല്യയുടെ മനസ്സ് മാറും, ഭർത്താവിനോട് കൂടുതൽ സ്നേഹം ഉണ്ടാവും. അങ്ങനെ ആവുമ്പോഴാണ് ഇവര് വീണ്ടും വലിയ രീതിയിൽ പരാതികളൊന്നും കൊടുക്കാൻ തയ്യാറാവുന്നത്. അപ്പം അത് ഇയാൾ മാനസിക വിഭ്രാന്തിയെ പോലെ ഉള്ള ഒരാളെ പോലെയൊക്കെ പലപ്പോഴും പെരുമാറാറുണ്ടെന്നൊക്കെയാണ് ബന്ധുക്കൾ പറയുന്നത്. പക്ഷെ ഇതെല്ലാം അതുല്യ ക്ഷമിച്ച് സഹിച്ച് ഇയാളോടൊപ്പം ജീവിക്കാൻ തന്നെ മനസ്സ് കാണിച്ചു എന്നുള്ളതാണ്. പക്ഷേ അതെല്ലാം വലിയൊരു ദുരന്തത്തിലേക്ക് ചെന്നു പെട്ടു. അതുല്യയുടെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എത്തി. ഈ അടുത്ത സമയത്ത് തന്നെ ഇപ്പോൾ ഒരു വോയിസ് ക്ലിപ്പ് തന്നെ പുറത്തു വന്നിട്ടുണ്ട്. നമുക്കത് ലഭ്യമാകും അല്പസമയത്തിനകം തന്നെ. സഹോദരിക്ക് അയച്ചു കൊടുത്തൊരു വോയിസ് ക്ലിപ്പാണ്. ആത്മഹത്യ ചെയ്യാൻ പോലും തനിക്ക് പേടിയാണ് എന്ന തരത്തിലുള്ള ഒരു വോയിസ് സന്ദേശം അയച്ചു കൊടുത്തിട്ടുണ്ട് അതുല്യ. അപ്പം ഇതെന്നെല്ലാം സൂചിപ്പിക്കുന്നത് കൊടിയ പീഡനത്തിന് ഈ അതുല്യ പീഡനം നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. മനസ്സ് മുരടിച്ച് അയാളോടൊപ്പം ജീവിക്കേണ്ട സാഹചര്യം നിലനിന്നിരുന്നു. അത്രത്തോളം പീഡനം ഏറ്റതുകൊണ്ടാണ് അതുല്യ ജീവനെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയതെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ആര്യ, ശരി, എസ് വിനീഷാണ് വിശദാംശങ്ങളുമായി ചേർത്തത്. എന്തായാലും അതിക്രൂര പീഡനമാണ് ഒരുപാട് കാലങ്ങളായി അതുല്യ നേരിട്ടത്. ഏറ്റവും ഒടുവിൽ സ്വയം ജീവൻ എടുക്കുക എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. ഒരു പക്ഷേ അതിനപ്പുറം നമ്മൾ പറയാറുണ്ട്, പക്ഷേ അവരുടെ മാനസികാവസ്ഥയെക്കുറിച്ച് നമ്മൾ ചോദ്യം ചെയ്യുകയല്ല. പക്ഷേ രക്ഷപ്പെടാനും ജീവിക്കാനും ഒക്കെയുള്ള ഒരുപാട് വഴികൾ മുന്നിലുള്ളപ്പോഴാണ് പെൺകുട്ടികൾ ഇങ്ങനെ സ്വയം ജീവൻ ഒടുക്കാൻ തീരുമാനിക്കുന്നത് എന്നത് വിഷമകരമാണ്. അതിന് വേണ്ട കൃത്യമായ ബോധവൽക്കരണമൊക്കെ നടക്കേണ്ടതുണ്ട് എന്നതുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇനി നമ്മൾ സംസ്ഥാനത്തെ മഴയുടെ സാഹചര്യത്തിലേക്ക് നോക്കുകയാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഇന്ന് 2 ജില്ലകളിൽ റെഡ് അലേർട്ട് ഉണ്ട് എന്നുള്ളത്. പക്ഷേ റെഡ് അലേർട്ട് ഇല്ല. ഏറ്റവും പുതിയ ഫോർകാസ്റ്റ് അനുസരിച്ച് സംസ്ഥാനത്തെ ഒരു ജില്ലകളിലും റെഡ് അലേർട്ട് മുന്നറിയിപ്പ് ഇന്നില്ല. പക്ഷേ ശക്തമായ മഴ തുടരും. കാസർഗോഡ് മുതൽ ഇടുക്കി വരെ 9 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് മുന്നറിയിപ്പാണ് ഉള്ളത്. കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ യെല്ലോ അലേർട്ടും നൽകിയിട്ടുണ്ട്. കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ ഗ്രീൻ അലേർട്ടാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ രാജേന്ദ്ര ആർലേക്കറും തമ്മിലുള്ള നിർണായക കൂടിക്കാഴ്ച ഇന്ന് വൈകിട്ട് 3:30 രാജ്ഭവനിലാണ് കൂടിക്കാഴ്ച. സർവകലാശാല പ്രതിസന്ധി ചർച്ചയിൽ പ്രധാന വിഷയമാകും. സർവകലാശാല ഭേദഗതി ബിൽ, സ്വകാര്യ സർവകലാശാല ബിൽ എന്നിവയിൽ ഗവർണർ ഇതുവരെ ഒപ്പിട്ടിട്ടില്ല. ഇതും ചർച്ചയ്ക്ക് വരുമെന്നാണ് സൂചന. സർക്കാർ അനുനയത്തിന്റെ പാതയിലേക്ക് എത്തിയ പശ്ചാത്തലത്തിൽ ഗവർണർ സർക്കാരുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ ഉടക്കിടാൻ സാധ്യത കുറവാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. KTU ഡിജിറ്റൽ സർവകലാശാല വിസിമാരുടെ നിയമനം ഹൈക്കോടതി ഡിവിഷൻ തള്ളിയതിന് പിന്നാലെ താൽക്കാലിക വിസിമാരുടെ പുതിയ പട്ടിക സർക്കാർ നൽകിയിരുന്നു. സർവകലാശാലകളിൽ സ്ഥിരം വിസിമാരെ നിയമിക്കുന്നതും ചർച്ചയാകാനാണ് സാധ്യത. അപ്പോൾ നമുക്ക് മറ്റു വാർത്തകളിലേക്ക് മടങ്ങിയെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. വാർത്തകളിലേക്ക് മടങ്ങിയെത്തുമ്പോൾ ഈ റോഡിലെ കുഴി അതൊരു വലിയ പ്രശ്നമാണല്ലേ. കഴിഞ്ഞ ദിവസവും നമുക്കറിയാം റോഡിലെ കുഴിയിൽ വീണ് തൃശ്ശൂരിൽ ഒരു യുവാവിന് ജീവൻ നഷ്ടമായ സംഭവമൊക്കെ നമുക്ക് മുന്നിലുണ്ട്. അതുപോലെ സമാനമായ രീതിയിൽ ഒരുപാട് സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ ഇതാ കൊച്ചിക്കാരെ വലച്ച് സ്റ്റേഡിയം ലിങ്ക് റോഡിലെ കുഴികൾ എന്ന വാർത്തയാണ് നമുക്ക് മുന്നിലേക്ക് വരുന്നത്. പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ റോഡ് കുഴിച്ച വാട്ടർ അതോറിറ്റി ഒരു ഭാഗം മാത്രം ടാർ ചെയ്തു പോയി. മഴ കൂടി പെയ്തതോടെ തോടാണോ റോഡാണോ എന്നറിയാതെ കഷ്ടപ്പെടുകയാണ് യാത്രക്കാർ.
റോഡിലെ കുഴി കേരളത്തിൽ പുതുമയല്ല. പക്ഷേ റോഡിന്റെ ഒരു ഭാഗം മാത്രം ടാർ ചെയ്തു പോകുന്ന കാഴ്ചകൾ അപൂർവമായിരിക്കും. യാത്രക്കാരുടെ ഈ ദുരിതം ആരോട് പറയാൻ? വളരെ മോശമാണ്. കുഴിയല്ലേ, വളരെ മോശമാണ്. ചിലപ്പോൾ വീഴാറുണ്ട് രാത്രി. ആകെ പോയി കിടക്കുക, ഒരു രക്ഷയില്ല. എന്ത് ചെയ്യാനാ, നമുക്ക് ഒന്നും പറയാനില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്ത് പറയാനാ? കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നിന്നും തമ്മനത്തേക്കും കടവന്ത്രയിലേക്കും പോകാനുള്ള ലിങ്ക് റോഡിന്റെ ദയനീയ കാഴ്ചയാണിത്. കുഴികളിൽ വെള്ളം നിറഞ്ഞ് ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിലാകുന്നത് സ്ഥിരം കാഴ്ചയായി മാറി. ഈ വഴി നിരന്തരം പോയാൽ വാഹനത്തിന്റെ മാത്രമല്ല മനുഷ്യന്റെയും എഞ്ചിൻ ഔട്ടാകും. റോഡിലെ കുഴി ആയതുകൊണ്ട് വണ്ടിക്ക് ചെലവിയല്ലേ മാത്രമേ ഉള്ളൂ. കിട്ടുന്ന ഡെയിലി ഒരു 1500 രൂപ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ 500 രൂപയും ചിലവ് മാറ്റി വയ്ക്കണം. പിന്നെ അതിൽ ഇപ്പോൾ മന്ത്ലി ആയിക്കഴിഞ്ഞാൽ വണ്ടി സർവീസ് ആ ഒരു ഭയങ്കര പ്രശ്നമാണ്. ഇപ്പം ഈ മഴ തുടങ്ങിയപ്പോൾ മുതൽ നടുവിൻ്റെ എട്ടപാട് തീരണയാണ്. ചില ആൾക്കാർക്ക് ഒരു തവണ 2 പ്രാവശ്യമൊക്കെ പോയാൽ മതി. ഞങ്ങളെപ്പോലുള്ള ഓട്ടോക്കാർ ആ ഫ്രണ്ടിൽ നിന്ന് ഒരു 15-20 തവണ ഈ റോഡ് ക്രോസ് ചെയ്ത് വേണം പോകാൻ. നടുവേദന കാരണം ഒരു രക്ഷയില്ല. അതൊന്ന് ശരിയാക്കാൻ ആരോട് പറയണമെന്ന് പോലും അറിയില്ല. ഇത് ആരാണ് ഇതിൻ്റെ ആൾക്കാരെന്നറിയില്ല. GCD ആണോ കോർപ്പറേഷൻ ആണോ, ഇത് ആരാന്ന് നമുക്കറിയില്ലല്ലോ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ. GCDയോ കൊച്ചി കോർപ്പറേഷനോ ആരാണ് ഈ റോഡ് നന്നാക്കേണ്ടതെന്നതിൽ തർക്കം തുടരുകയാണ്. ഈ സ്റ്റേഡിയം ലിങ്ക് റോഡിന്റെ ഒരു വശം മാത്രം ടാർ ചെയ്തു പോയിട്ട് മാസങ്ങളായി. മറുവശത്തേക്കാണെങ്കിലോ അധികൃതരാരും തിരിഞ്ഞു നോക്കുന്ന പോലുമില്ല. ഇനിയും ഈ കുഴികളിൽ ചാടി നടുവൊടിഞ്ഞ് എത്ര നാൾ യാത്ര ചെയ്യണമെന്നാണ് ആളുകൾ ചോദിക്കുന്നത്. ക്യാമറാമാൻ KP ധനേഷിനോടൊപ്പം നവമി ദിനേശ്, ന്യൂസ് 18 കൊച്ചി. ഇനിയൊരു വലിയ അപകടം ഉണ്ടാകണമോ ഇത്തരം വിഷയങ്ങളിലൊക്കെ നടപടിയെടുക്കാൻ എന്നുള്ളത് ചോദിച്ചു പോവുകയാണ്. എന്തായാലും ആരോഗ്യ പ്രശ്നം ഗുരുതരമായിട്ടുണ്ടാകുന്നുണ്ട് അവിടെ കൂടി സ്ഥിരമായി യാത്ര ചെയ്യേണ്ടി വരുന്ന ആളുകൾക്ക്. അതിനപ്പുറം അവരുടെ വാഹനങ്ങളൊക്കെ സാധാരണക്കാരായ ഓട്ടോക്കാരെയൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവരുടെ വാഹനങ്ങളൊക്കെ കേടുപാടുണ്ടാകുന്നു. സാമ്പത്തികമായി അവർക്ക് വലിയ നഷ്ടമൊക്കെ ഉണ്ടാകുന്നുണ്ട്. എന്തായാലും വേണ്ട വിധത്തിൽ കൃത്യമായ ഇടപെടൽ, തർക്കങ്ങളൊക്കെ മാറ്റിവെച്ച് ബന്ധപ്പെട്ട അധികൃതർ എടുക്കട്ടെ എന്ന് നമുക്ക് കരുതാം. ആവശ്യപ്പെടുകയാണ്, അങ്ങനെ ഒരാവശ്യം മുന്നോട്ട് വയ്ക്കുകയാണ്. സമാനമായ രീതിയിൽ യാത്രാക്ലേശത്തിന്റെ ഒരു വാർത്ത വരുന്നത് തിരുവനന്തപുരം മണലി കോവില്ലൂർ റിംഗ് റോഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ്. ഈ റിംഗ് റോഡിന്റെ നിർമ്മാണം നീളുന്നത് മൂലം വലിയ പ്രയാസത്തിലാണ് നാട്ടുകാർ. സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 100 കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന പാതയിലാണ് ഈ യാത്രാക്ലേശം. നെടുമങ്ങാട് കന്യാകുമാരി സംസ്ഥാന പാതയോട് ചേർന്നുള്ള റോഡാണിത്. കോവില്ലൂർ, മണലി തുടങ്ങിയ പ്രദേശങ്ങളിലായി 100 കണക്കിന് കുടുംബങ്ങൾക്ക് ആശ്രയമായ ഏകപാത. റോഡ് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി ഈ റോഡ് വളരെ യാത്രാ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന റോഡാണ്. സ്ട്രീറ്റ് ലൈറ്റുകൾ കത്തുന്നില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് പ്രതിദാനം ചെയ്യുന്ന വാർഡാണിത്. അദ്ദേഹത്തിൻ്റെ ഉദാസീനത കൊണ്ടാണ് ഈ റോഡ് ഈ അവസ്ഥയിൽ കിടക്കാൻ കാരണം. നിരവധി ആൾക്കാർ ആശുപത്രിയിൽ പോകാനും മറ്റ് ആവശ്യങ്ങൾക്ക് പോകാനും ഈ റോഡ് ഉപയോഗിക്കുന്നവരാണ്. നെയ്യാറിന്റെ കൈവഴിയായ കോവില്ലൂർ ആറിന് സമാന്തരമായി കടന്നു പോകുന്ന റോഡിലൂടെ മഴയായാൽ കാൽനട പോലും സാധ്യമല്ലാതാകും. തെരുവ് വിളക്കുകൾ പോലും ഇല്ലാത്ത ഇവിടെ അപകടങ്ങളും പതിവ്. റോഡിൽ പാർശ്വഭിത്തികളില്ലാത്തതും അപകടങ്ങൾക്ക് കാരണമാകുന്നു. അടുത്തിടെ യാത്രക്കാരുമായി വന്ന ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് ആറിലേക്ക് മറിഞ്ഞിരുന്നു. ഇപ്പോൾ ഇവിടെ പറഞ്ഞ ഓട്ടോക്കാരൊക്കെ അവിടെ ഇങ്ങോട്ട് വരില്ല. അവർ വന്നിട്ട് നിർത്തിയിട്ട് വേണമെങ്കിൽ പോകും. 8 മണി കഴിഞ്ഞ് 9 മണിയായി ഇവിടെ പന്നി ശല്യവും പിന്നെ ഈ പറയും പോലെ സാമൂഹ്യ വിരുദ്ധ ശല്യം ഒക്കെ ഉണ്ട്. അപ്പോൾ ആളുകൾക്ക് പോകാൻ പറ്റാത്തത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കുക, ഒരു കോൺക്രീറ്റ് റോഡാക്കി മാറ്റുക, ഈ ബണ്ടെല്ലാം ശരിയാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായ നടപടിക്രമം ചെയ്യണമെന്നാണ് അധികാരികളോട് ആവശ്യപ്പെടുന്നത്. ആറാട്ടുകുഴി, പൂവൻകുഴി, ആനപ്പാറ, കുടപ്പനമൂട്, മുത്തുകുഴി തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നെത്തുന്നവർക്ക് എളുപ്പമാർഗം മണലിയിലേക്കടക്കം പോകാവുന്ന വഴി കൂടിയാണിത്. 2.5 കിലോമീറ്ററോളം വരുന്ന റോഡിന്റെ പകുതി ഭാഗം ടാറും കുറച്ചു ഭാഗം കോൺക്രീറ്റും ചെയ്തിട്ടുണ്ട്. കോവല്ലൂർ ജംഗ്ഷൻ മുതൽ 1 കിലോമീറ്റർ ദൂരം പൂർണ്ണമായും തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. റോഡിന്റെ അവസ്ഥ കാട്ടി നിവേദനങ്ങളും പരാതികളും നൽകി മടുത്തുവെന്നും നാട്ടുകാർ. അടിയന്തര പരിഹാരമില്ലെങ്കിൽ സമരമല്ലാതെ മറ്റു മാർഗമില്ലെന്നും പ്രദേശവാസികൾ പറയുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. ഇടുക്കി പരുന്തുംപാറയിൽ റവന്യൂ വകുപ്പിന്റെ നീക്കങ്ങൾക്കെതിരെ സംഘടിച്ച് പ്രദേശവാസികൾ. പട്ടയഭൂമി കയ്യേറ്റ ഭൂമിയായി ചിത്രീകരിക്കുന്നു എന്നാണ് നാട്ടുകാരുടെ ആരോപണം. ടൂറിസം കേന്ദ്രമായ പരുന്തുംപാറയിൽ വ്യാപകമായി കയ്യേറ്റം നടന്നുവെന്നാണ് റവന്യൂ വകുപ്പിന്റെ കണ്ടെത്തൽ. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് കയ്യേറ്റം അന്വേഷിക്കാൻ സർക്കാർ പ്രത്യേക സമിതിയെയും നിയോഗിച്ചു.
മഞ്ചുമല വില്ലേജിലെ സർവേ നമ്പർ 441-ലും പീരുമേട് വില്ലേജിലെ സർവേ നമ്പർ 534-ലും ഉൾപ്പെടുന്ന മുഴുവൻ പ്രദേശത്തും മാർച്ച് മുതൽ നിർമ്മാണ നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. പരുന്തുംപാറയുടെ സമീപ പ്രദേശങ്ങളിലെ പട്ടയഭൂമിയിൽ പതിറ്റാണ്ടുകളായി താമസിക്കുന്ന 2100 കുടുംബങ്ങൾക്കാണ് റവന്യൂ വകുപ്പ് നോട്ടീസ് നൽകിയത്. ഇതാണ് ആശങ്കയ്ക്ക് കാരണം. 441, 534 വില്ലേജ് സർവേ നമ്പറുകളല്ലാതെ മറ്റു ചില സർവേ നമ്പറുകളെ സംബന്ധിച്ച് പീരുമേട് വില്ലേജിലെ 183/1 എന്ന് പറയുന്ന സർവേ നമ്പറിൽ 5 ഏക്കർ 30 സെന്റ് കൊടുത്തിട്ടുണ്ട്. ഹിൽട്രാക്ട് ഏരിയയിൽ അങ്ങനെ പട്ടയം ലാൻഡ് അസൈൻമെന്റ് നിയമപ്രകാരം ഹിൽട്രാക്ട് ഏരിയയിൽ പട്ടയം കൊടുക്കാൻ കഴിയുന്നില്ല. 4 ഏക്കർ വരെയാണ് ഭൂമി കൊടുക്കാൻ കഴിയുന്നത്. റിപ്പോർട്ടിനകത്ത് പറയുന്ന 534, 441 എന്ന് പറയുന്ന സർവേ നമ്പറിൽ ഒരു സ്ഥലത്തും ഒരിടത്തും ഒരു വ്യക്തിക്കും ഈ 5 ഏക്കർ പട്ടയം കൊടുത്തിട്ടില്ല. ഗ്രാമ്പി, കല്ലാർ, ഓട്ടപ്പാലം, പീരുമേട് തുടങ്ങിയ പ്രദേശങ്ങളിലാണ് കയ്യേറ്റം നടന്നതായി റവന്യൂ വകുപ്പ് കണ്ടെത്തിയത്. ഈ മേഖലയിലുള്ള ആളുകൾ നിയമപ്രകാരം പട്ടയം ലഭിച്ചവരുമാണ്. കൈവശ ഭൂമിയുടെ പട്ടയത്തിന് അപേക്ഷ നൽകി കാത്തുനിൽക്കുന്നവരുമുണ്ട് നിരവധി. എന്നാൽ പതിറ്റാണ്ടുകളായി താമസിച്ചു വരുന്ന ജനങ്ങളെ കയ്യേറ്റക്കാരായി ചിത്രീകരിച്ച് കുടിയിറക്കാൻ അനുവദിക്കില്ലെന്നാണ് നാട്ടുകാരുടെ നിലപാട്. ന്യൂസ് 18 ഇടുക്കി. കുറ്റിയാർ വാലിയിലെ പട്ടയ പ്രശ്നങ്ങളും വട്ടവടയിലെ നീലക്കുറിഞ്ഞി ഉദ്യാന അതിർത്തി നിർണയവും വേഗത്തിൽ പൂർത്തിയാക്കാൻ റവന്യൂ വകുപ്പ്. സെപ്റ്റംബറിൽ കുറ്റിയാർ വാലിയിൽ പട്ടയ നടപടികൾ പൂർത്തീകരിക്കാൻ തയ്യാറെടുപ്പ് നടത്തിയെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ അറിയിച്ചു. നീലക്കുറിഞ്ഞി ഉദ്യാന അതിർത്തി നിർണയ സർവേ അടുത്ത ആഴ്ച തുടങ്ങുമെന്നും മന്ത്രി പറഞ്ഞു. കുറ്റിയാർ വാലിയിലെ തോട്ടം തൊഴിലാളികളുടെ പട്ടയ പ്രശ്നങ്ങളും നീലക്കുറിഞ്ഞി ഉദ്യാനത്തിന്റെ അതിർത്തി നിർണയവും വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള നടപടികളുമായാണ് റവന്യൂ വകുപ്പ് മുന്നോട്ടു പോകുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ലാൻഡ് റവന്യൂ കമ്മീഷണർ, ജില്ലാ കളക്ടർ അടക്കമുള്ളവരുമായി മന്ത്രിതല ചർച്ച നടത്തി. നടപടികൾ വേഗത്തിലാക്കാൻ 6 RIമാരെ കൂടി ജില്ലാ കളക്ടർ നിയമിക്കും. കുറ്റിയാർ വാലിയിലെ 10 സെന്റ് സ്ഥലം നൽകിയിരിക്കുന്ന 770 പേർക്ക് പ്ലോട്ട് തിരിച്ച് ഭൂമി കണ്ടെത്തി സർവേ പൂർത്തീകരിച്ചു. 5 സെന്റ് നൽകിയിരിക്കുന്ന 2229 പേരിൽ 1849 പേരുടെ ഫ്ലോട്ട് തിരിച്ച് സർവേ പൂർത്തീകരിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവയും അതിവേഗം പൂർത്തീകരിക്കാനും നിർദ്ദേശം നൽകി. 842 പുതിയ പട്ടയങ്ങളും ഇവിടെ വിതരണം ചെയ്യാൻ കഴിയുന്ന തരത്തിൽ പൂർത്തിയാക്കിയിട്ടുണ്ട്. 500 പേർക്ക് മുമ്പ് രേഖകൾ നൽകിയിരുന്നു. ഇതിൽ 350 പേർക്ക് മാത്രമേ വാസയോഗ്യമായ ഭൂമി നൽകാൻ സാധിച്ചുള്ളൂ. വേഗത്തിൽ പൂർത്തീകരിക്കുന്നതിന് ഉദ്യോഗസ്ഥന്മാർക്ക് 1 മാസത്തേക്ക് വാഹനമടക്കം നൽകിയിട്ടുണ്ട്. സെപ്റ്റംബറിൽ കുറ്റിയാർ വാലിയിൽ പട്ടയം നൽകാനാണ് ശ്രമമെന്നും മന്ത്രി. 6 RIമാരും ഒരു വാഹനവും ഉൾപ്പെടെ പ്രത്യേകമായി നൽകിക്കൊണ്ട് 1 മാസക്കാലത്തിനുള്ളിൽ ആ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാനാണ് നമ്മൾ കരുതുന്നത്. ഒരു തടസ്സവുമില്ലാത്ത വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ സെപ്റ്റംബർ മാസത്തിൽ നമുക്ക് ആ മേഖലയിലെ പട്ടയം കൊടുക്കാൻ കഴിയും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ വിധത്തിൽ കുറ്റിയാർ വാലിയുടെ ദീർഘകാലമായിട്ട് നിൽക്കുന്ന ഒരു പ്രശ്നത്തിന് ഏതാണ്ട് സമാപനം കാണാനുള്ള തയ്യാറെടുപ്പിലേക്കാണ് നമ്മൾ പോകുന്നത്. നീലക്കുറിഞ്ഞി ഉദ്യാനത്തിന്റെ അതിർത്തി നിർണയവുമായി ബന്ധപ്പെട്ട് കൊട്ടക്കാമ്പൂരിലും വട്ടവടയിലും സർവേ നടപടികൾ അടുത്തയാഴ്ച തുടങ്ങും. വട്ടവടയും കൊട്ടക്കാമ്പൂരും ഈ വരുന്ന ആഴ്ച, കമ്മിങ് വീക്ക്, നമ്മൾ സർവേ നടപടികൾ ആരംഭിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം ഇവിടെ എടുക്കുകയുണ്ടായി. അതനുസരിച്ച് ജില്ലാ DDയുടെ നേതൃത്വത്തിൽ ഈ വരുന്ന ആഴ്ച തന്നെ ആവശ്യമായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ തയ്യാറാക്കി വരുന്ന ആഴ്ച വട്ടവടയിലും കൊട്ടക്കാമ്പൂരിലുമുള്ള സർവേ നടപടികൾ ഔപചാരികമായിട്ട് ആരംഭിക്കാൻ വേണ്ടി നിശ്ചയിച്ചു. ആദ്യം ഔട്ടർ ബൗണ്ടറി ഫിക്സ് ചെയ്തും അത് ചെയ്തു കഴിഞ്ഞ് തുടർ നടപടികളിലേക്ക് മുന്നോട്ട് പോകും. മൂന്നാർ കുണ്ടള സാന്റോസ് കോളനിയിലെ 240 പട്ടയ നടപടികൾ പൂർത്തീകരിച്ചു വരികയാണ്. വാഗുവര SC കോളനിയിലെ പട്ടയം പരിശോധിക്കുവാൻ തഹസിൽദാരെ ചുമതലപ്പെടുത്തി. കച്ചേരി സെറ്റിൽമെന്റ്, അന്തോണിയാർ കോളനി എന്നിവിടങ്ങളിൽ ഭൂമി കാണിച്ചു നൽകിയിട്ടില്ല. എല്ലാ നടപടികളും കൃത്യതയോടെ നിരീക്ഷിക്കുന്നതിന് സബ് കളക്ടർക്കും മന്ത്രി നേരിട്ട് നിർദ്ദേശം നൽകി. ന്യൂസ് 18 ഇടുക്കി. മണ്ണിടിച്ചിലുണ്ടായ കാസർഗോഡ് ചെറുവത്തൂർ കുളങ്ങാട്ട് മല അടിവാരത്തെ മാറ്റിപ്പാർപ്പിച്ച കുടുംബങ്ങൾ സ്വന്തം വീടുകളിലേക്ക് തിരിച്ചെത്തി. ഒരു കുടുംബം വാടക വീട്ടിലേക്ക് താമസം മാറ്റി. മണ്ണിടിച്ചിലിന് ശാശ്വത പരിഹാരമാണ് കുടുംബങ്ങൾ ആവശ്യപ്പെടുന്നത്. കുളങ്ങാട് മലയിൽ മണ്ണിടിച്ചിലിന് ശമനമുണ്ടായതോടെയാണ് മാറ്റിപ്പാർപ്പിച്ച കുടുംബങ്ങൾ സ്വന്തം വീടുകളിലേക്ക് മടങ്ങിയെത്തിയത്. അപകട സാധ്യത നിലനിൽക്കുന്നതിനാൽ ഒരു കുടുംബം മാത്രം വാടക വീട്ടിലേക്ക് താമസം മാറ്റി. കുന്നിൽ നിന്നും മണ്ണും മരങ്ങളും വന്നു പതിച്ച വിനീതിയുടെ വീടാണ് മഴക്കാലം കഴിയും വരെ പൂട്ടിയിടാൻ തീരുമാനിച്ചത്. ഇവർക്ക് സമീപത്തായി സ്വകാര്യ വ്യക്തി സൗജന്യമായി വീട് വിട്ടു നൽകിയിട്ടുണ്ട്. ശക്തമായി മഴ പെയ്താൽ വീണ്ടും മണ്ണിടിയാനുള്ള സാധ്യതയുള്ളതിനാലാണ് നേരിട്ട് ബാധിക്കുന്ന ഒരു കുടുംബത്തെ മാത്രം മാറി താമസിക്കാൻ നിർദ്ദേശിച്ചത്.
മലയ്ക്ക് മുകളിൽ വിള്ളൽ വീണ ഭാഗത്തെ ഇളകിക്കിടക്കുന്ന മണ്ണ് പൂർണ്ണമായും വീണുകഴിഞ്ഞാൽ മാത്രമേ ഇവിടെ ഏതെങ്കിലും വിധത്തിലുള്ള സുരക്ഷിതത്വം ഏർപ്പെടുത്താൻ സാധിക്കൂ. മണ്ണ് തട്ടുതട്ടുകളായി നീക്കം ചെയ്ത് മണ്ണിടിച്ചിൽ തടയാനുള്ള നടപടി അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ന്യൂസ് 18 ചെറുവത്തൂർ. കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് പിന്നിൽ ഇടിഞ്ഞു വീണ മണ്ണ് നീക്കാൻ ഉടൻ നടപടിയെടുക്കാൻ മന്ത്രിയുടെ ഉത്തരവ്. മണ്ണിടിഞ്ഞു വീണതിന് പിന്നാലെ കെട്ടിടത്തിന് ഫിറ്റ്നസ് ഇല്ലെന്ന് നഗരസഭാ എഞ്ചിനീയറിംഗ് വിഭാഗം റിപ്പോർട്ട് നൽകുകയും ചെയ്തിരുന്നു. നഗരസഭ പണം അനുവദിച്ചിട്ടും മണ്ണ് പൂർണ്ണമായി നീക്കാതെ വന്നതോടെയാണ് മന്ത്രിയുടെ ഇടപെടൽ. കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടത്തിന്റെ പിന്നിൽ കല്ലും മണ്ണും ഇടിഞ്ഞു വീണിട്ട് ആഴ്ചകൾ പിന്നിട്ടു. ഇവ നീക്കം ചെയ്യാൻ നഗരസഭ പണം അനുവദിക്കുകയും ചെയ്തു. എന്നിട്ടും മണ്ണ് നീക്കം ഇഴയുകയാണ്. മണ്ണിടിഞ്ഞു വീണതിന് പിന്നാലെ കെട്ടിടത്തിന് ഫിറ്റ്നസ് ഇല്ലെന്ന് നഗരസഭാ എഞ്ചിനീയറിംഗ് വിഭാഗം റിപ്പോർട്ട് നൽകുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ വിഷയത്തിൽ ഇടപെട്ടത്. വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. സ്കൂളിന്റെ മുറ്റത്തോടെയാണ് പോകുന്നത്. ഹൈറ്റ് ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ കാണുന്ന ഷീറ്റിന്റെ മുകളിൽ നിന്നുള്ള ഹൈറ്റും അത്ര പോരാ. അപ്പോൾ ആ നിലയിൽ ഇത് മാറ്റേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതിനാവശ്യമായ നടപടി ഉടനെ സ്വീകരിക്കേണ്ടതുണ്ട്. KICB എക്സിക്യൂട്ടീവ് രാവിലെ തന്നെ സംസാരിക്കും. ബന്ധപ്പെട്ട പോലെയുള്ള സബ് യൂണിവേഴ്സിറ്റികൾ വന്നിട്ടുണ്ട്, സ്കൂൾ അധികൃതരുണ്ട്. അതുപോലെ തന്നെ ഇത് മാറ്റി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എസ്റ്റിമേറ്റ് ഈ 2ാം മാസം KICB സ്കൂളിന് നൽകിയെന്നാണ് അവർ എന്നോട് ഇപ്പം പറഞ്ഞിട്ടുള്ളത്. സ്കൂൾ കെട്ടിടത്തിന് മുകളിലൂടെ അധികം ഉയരമില്ലാതെ വൈദ്യുതി ലൈൻ കടന്നുപോകുന്നത് അപകട ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട്. ഇത് മാറ്റി സ്ഥാപിക്കാൻ KICBക്ക് നിർദ്ദേശം നൽകിയതായും മന്ത്രി അറിയിച്ചു. ഈ ഒരു ഗൗരവം മനസ്സിലാക്കിക്കൊണ്ടും ഇത് വളരെ അത്യാവശ്യമാണെന്ന് ബോധ്യമുള്ളതുകൊണ്ടും അതിനാവശ്യമായ തുക MLA ഫണ്ടിൽ നൽകുക. ഇമ്മീഡിയറ്റ് ആയിട്ട് അത് റെസ്ക്യൂ ചെയ്യുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കാൻ KICBയുടെ ആവശ്യമുണ്ട്. മന്ത്രി റോഷി അഗസ്റ്റിനും MM മണി MLAയും സ്കൂളിൽ നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. ന്യൂസ് 18 ഇടുക്കി. കോതമംഗലം നെല്ലിക്കുഴി പഞ്ചായത്തിലെ ഊരംകുഴിയിൽ റോഡ് തകർന്നു. 6 മീറ്റർ വീതിയുള്ള റോഡിലൂടെ അമിത ഭാരം കയറ്റിയ വാഹനങ്ങൾ ഓടുന്നതാണ് റോഡ് തകരാൻ കാരണം. റോഡ് തകർന്നതോടെ 20ഓളം കുടുംബങ്ങളുടെ യാത്ര ദുരിതത്തിലായി. 6 മീറ്റർ വീതിയുള്ള റോഡിലൂടെ അമിതഭാരം കയറ്റിയ വാഹനങ്ങൾ ഓടുന്നത് മൂലമാണ് റോഡ് തകർന്നത്. 20ഓളം കുടുംബങ്ങളുടെ യാത്ര ഇതോടെ ദുരിതക്കയത്തിലായി. സ്വകാര്യ വ്യക്തികൾ വിട്ടുനൽകിയ സ്ഥലത്താണ് റോഡ് നിർമ്മിച്ചത്. എന്നാൽ ഭാരവാഹനങ്ങൾ ഓടിത്തുടങ്ങിയതോടെ റോഡ് തകർന്നു. പ്ലൈവുഡ് കമ്പനികളിലേക്ക് വാഹനങ്ങൾ അമിതഭാരം കയറ്റി ഓടുന്നതാണ് തകർച്ചയ്ക്ക് കാരണമെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഞങ്ങൾക്ക് വീട്ടിൽ കിടന്നുറങ്ങാനും പറ്റില്ല. ഞങ്ങൾക്കൊരു സ്കൂൾ വണ്ടിയോ മറ്റ് ഒരു വണ്ടികളും ഇങ്ങോട്ട് ഇറങ്ങി വന്നില്ല. ഇവിടെ ഏത് സമയത്തും കമ്പനിക്കാരുടെ ഭീഷണിയാണ് ഞങ്ങളുടെ വീട്ടിൽ. ഞങ്ങളില്ലാത്ത സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഭയങ്കരമായ ഭീഷണികളാണ്. ഞങ്ങളുടെ ഗതാഗതം മുട്ടിച്ചിട്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇന്നലെ രാത്രി ആശുപത്രി പോകാൻ പെട്ട പാടെന്നാന്നുള്ളത് ദൈവത്തിന് മാത്രമേ അറിയാവുള്ളൂ. അത്രമാത്രം കഷ്ടപ്പെട്ട് ഇവിടെ ഈ തരം കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ പാടില്ലേ. ഇതേ രീതിയിലുള്ള പോക്കിരിത്തരമാണ് അവർ ചെയ്തിട്ടിരിക്കുന്നത്. 2023 ഈ റോഡ് സഞ്ചാരയോഗ്യമായി വരുന്നത്. അതിന് മുമ്പ് വരെ ഇങ്ങനെ റോഡ് ഉണ്ടെന്ന് വരെ ആൾക്കറിയില്ലായിരുന്നു. അതിനുശേഷം ഇവിടെ നമ്മൾ വിവരാവകാശം വെച്ചപ്പോൾ 6 മീറ്റർ വീതി താഴെ ഉള്ളൂ എന്നാണ് ഞാൻ വിവരാവകാശം കിട്ടിയേക്കുന്നത്. അതനുസരിച്ച് ഇതിനകത്ത് ബന്ധപ്പെട്ട് പല കാര്യങ്ങൾ നിയമപരമായി അറിയിച്ചിട്ടും ഇതിന് നിയമനടപടികൾ സ്വീകരിക്കാൻ ആരും തയ്യാറായിട്ടില്ല. അതിന്റെ ഭാഗമായിട്ട് ഇന്നലെ ഇവിടെ വെള്ളിയാഴ്ച പള്ളി പോണ സമയത്ത് ഒന്ന് അനധികൃതമായിട്ട് ഇങ്ങനെ പാറക്കാലും മണലും അങ്ങനെ സാധനങ്ങൾ വിട്ട് റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിന് അനധികൃതമായ ഉദ്യോഗസ്ഥന്മാർ ഇടപെട്ട് ഈ വിഷയം പരിഹരിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. കല്ലുകൾ കൂട്ടിയിട്ടതോടെ റോഡരികിൽ ജലമൊഴുകുന്ന കുഴലുകൾ തകർന്നു. ഇതോടെ മഴവെള്ളവും മലിനജലവും റോഡിലൂടെ പരന്നൊഴുകി വീട്ടുമുറ്റങ്ങളിൽ എത്തുകയാണ്. ഗ്രാമപഞ്ചായത്തിനും ജില്ലാ കലക്ടർക്കും കുടുംബങ്ങൾ പരാതി നൽകി. ഞങ്ങളത് പരാതിപ്പെട്ടപ്പോൾ വലിയ വാഹനങ്ങൾ ഇതിൽ കടന്നു പോകരുതെന്ന് അതിൻ്റെ അധികാരികൾ ഞങ്ങൾ അറിയിക്കുകയും രേഖാമൂലം തരികയും ചെയ്തു. അത് പ്രകാരം അത് കമ്പനിക്ക് ബുദ്ധിമുട്ടായപ്പോൾ അവരത് കൃത്രിമ രേഖ ഉണ്ടാക്കിയത് പഞ്ചായത്തിൻ്റെ റോഡാണെങ്കിൽ പോലും 8 മീറ്റർ ഉണ്ട് എന്ന് കൃത്രിമ രേഖ കാണിച്ച് പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് അവരുടെ സാമ്പത്തിക കുഴിപ്പുകൊണ്ട് പഞ്ചായത്ത് ഉദ്യോഗസ്ഥരെ ഭരണാധികാരികളെ സ്വാധീനിച്ച് ഈ റോഡ് 8 മീറ്റർ ആണെന്ന് പറഞ്ഞൊരു പഞ്ചായത്തിൽ കിടക്കുന്ന റോഡ് 8 മീറ്റർ ആണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് കൃത്രിമ രേഖയുണ്ടാക്കി മുഖ്യമന്ത്രിക്കും ഹൈക്കോടതിയിലേക്കും അവർ പരാതി കൊടുത്തേക്കാണ്. ജില്ലാ പഞ്ചായത്തിലേക്കും നിവേദനം കൊടുത്തിരിക്കുകയാണ്. റോഡ് തകർന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും വലിയ കല്ലുകൾ നീക്കം ചെയ്ത റോഡ് ഉടൻ സഞ്ചാരയോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെടുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് PM മജീദ് പറഞ്ഞു. ന്യൂസ് 18 കോതമംഗലം. മടങ്ങിയെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. വാർത്തകളിലേക്ക്.
പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കം. സഭയുടെ സുഗമമായ നടത്തിപ്പിനായി സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം ഇന്ന് ചേരും. ആദായ നികുതി ബില്ലടക്കം സുപ്രധാന ബില്ലുകൾ സഭാ സമ്മേളനത്തിൽ കൊണ്ടുവരും. പഹൽഗാമിലെ സുരക്ഷാ വീഴ്ച അടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിക്കാനാണ് ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനം. ER രാഗേഷ് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ER, വെരി ഗുഡ് മോർണിംഗ്. ഏതൊക്കെ പ്രധാനപ്പെട്ട ബില്ലുകളാണ് ഈ വർഷകാല സമ്മേളനത്തിൽ സഭയുടെ മുന്നിലേക്ക് എത്തുന്നത്? അതിനപ്പുറം ഏതൊക്കെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ചർച്ച ആവശ്യപ്പെടാനാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്? ആര്യ, ഗുഡ് മോർണിംഗ്. ഏതായാലും വർഷകാല സമ്മേളനത്തിന്, പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കമാവുകയാണ്. 21 സിറ്റിങ്ങുകളാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അങ്ങനെ ഓഗസ്റ്റ് 21 വരെയാണ് ഈ സഭ സമ്മേളിക്കുക. ഏതായാലും മുൻപത്തേതുപോലെ തന്നെ വിവിധ വിഷയങ്ങളിൽ സഭാ സമ്മേളനം പ്രക്ഷുബ്ധമാകാൻ തന്നെയാണ് സാധ്യത. പ്രത്യേകിച്ച് നിരവധി വിഷയങ്ങൾ ഇതിനോടൊപ്പം തന്നെ പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂർ അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാനായി പ്രത്യേക സഭാ സമ്മേളനം വിളിക്കണമെന്നത് പ്രതിപക്ഷത്തിന്റെ ആവശ്യമായിരുന്നു. ആ ആവശ്യം നേരത്തെ തന്നെ സർക്കാർ തള്ളിയതാണ്. സർക്കാർ അന്ന് പറഞ്ഞ ന്യായം വർഷകാല സമ്മേളനത്തിന് ഇനി മാസങ്ങൾ, ഏതാണ്ട് 1 മാസം മാത്രമേ ബാക്കിയുള്ളൂ എന്ന വാദമാണെന്ന് സർക്കാർ നിരത്തിയത്. ഏതായാലും ആ വിഷയത്തിന് ശേഷം പലതരത്തിലുള്ള പ്രതികരണങ്ങൾ ഡൊണാൾഡ് ട്രംപിന്റെ അടക്കം ഭാഗത്തുനിന്നുണ്ടായി. കാരണം ഇന്ത്യ ഇത്തരത്തിൽ മധ്യസ്ഥ ശ്രമത്തിലൂടെയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നം പരിഹരിച്ചത്. അതിന് താനാണ് നേതൃത്വം വഹിച്ചതെന്നാണ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടത്. ഇന്ത്യ ഇക്കാര്യം നിഷേധിച്ചിരുന്നെങ്കിൽ പോലും ട്രംപ് ആ വാദം ആവർത്തിക്കുകയാണ് ചെയ്തത്. സ്വാഭാവികമായും ആ വിഷയം സഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷം ഉന്നയിക്കും. ഒപ്പം തന്നെ സുരക്ഷാ വീഴ്ച പഹൽഗാമിലുണ്ടായി എന്ന വാദം ആദ്യം മുതൽ തന്നെ പ്രതിപക്ഷം ഉന്നയിക്കുന്നതാണ്. ഇത് കൂടാതെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഘട്ടത്തിൽ എത്ര യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷവും ചോദിച്ചിരുന്നു. ആദ്യമൊന്നും തന്നെ അതിന് മറുപടി ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും പിന്നീട് സംയുക്ത സേനാ മേധാവി അനുൽ ചൗഹാൻ തന്നെ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ നഷ്ടം സംഭവിച്ചു എന്ന പ്രതികരണമുണ്ടായി. അപ്പോൾ ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ സർക്കാർ വ്യക്തത വരുത്തണമെന്ന ആവശ്യം കൂടി പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണമാണ്. ഇതിനെതിരെ നേരത്തെ തന്നെ പ്രതിപക്ഷം രംഗത്ത് വന്നതാണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ടതാണ്. അപ്പോൾ ഈ വിഷയം കൂടി ഉന്നയിക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ഏതായാലും 3 വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന ആവശ്യം ഇന്നലെ ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിൽ മല്ലികാർജുൻ ഖർഗെ വ്യക്തമാക്കിയിരുന്നു. ഇതിലെ പൊതു അഭിപ്രായം രൂപീകരിക്കാൻ വേണ്ടിയാണ് ഈ യോഗം ചേരുകയും ചെയ്തത്. ഖർഗെ മുന്നോട്ട് വെച്ച ഈ നിലപാടിനോട് ഭൂരിപക്ഷം നേതാക്കളും അംഗീകരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ 3 വിഷയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയായിരിക്കും പ്രതിപക്ഷം സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ ശ്രമിക്കുക. ഏതായാലും ഓപ്പറേഷൻ സിന്ദൂർ വലിയ നേട്ടമെന്ന് സർക്കാർ അവകാശപ്പെടുന്നുണ്ട്. ഈ വിഷയം പ്രത്യേകമായി സഭാ സമ്മേളനം ചർച്ച ചെയ്യും. അതുകൊണ്ട് തന്നെ സർക്കാരിന് ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ കൃത്യമായ മേധാവിത്വം ഇതിനകത്ത് ഉണ്ടായി, പാകിസ്ഥാനെ ശക്തമായ മറുപടി നൽകി തുടങ്ങിയ കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള ശ്രമം തന്നെയായിരിക്കും സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുക. ഏതായാലും ഇന്ന് സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. 12 മണിക്കാണ് യോഗം ചേരുന്നത്. സർക്കാർ സ്വാഭാവികമായും എല്ലാ സഭാ സമ്മേളനത്തിലും ഇത്തരം യോഗം ചേരാറുണ്ട്. പ്രതിപക്ഷത്തിന്റെ പിന്തുണ കൂടി ഉറപ്പാക്കുക എന്ന ലക്ഷ്യം കൂടി അടിസ്ഥാനത്തിലാണ് ഇന്ന് ഏതായാലും സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. ആര്യ, ER രാഗേഷാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. ER ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നേരെ വീണ്ടും ചോദ്യമുയർത്തുകയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. പാകിസ്ഥാനുമായുള്ള സംഘർഷത്തിൽ രാജ്യത്തിന് എത്ര യുദ്ധവിമാനങ്ങൾ നഷ്ടമായെന്നും ജനങ്ങൾക്കത് അറിയാനുള്ള അവകാശമുണ്ടെന്നും രാഹുൽ എക്സിൽ കുറിച്ചു. വെള്ളിയാഴ്ച റിപ്പബ്ലിക്കൻ സെനറ്റർമാർക്ക് വേണ്ടി നടത്തിയ വിരുന്നിൽ ട്രംപ് നടത്തിയ പരാമർശമാണ് വീണ്ടും ഈ വിഷയം സജീവമാക്കിയത്. 2 ആണവ ശക്തികൾ ഏറ്റുമുട്ടിയെന്നും 4 or 5 യുദ്ധവിമാനങ്ങൾ വെടിവെച്ച് വീഴ്ത്തിയെന്നുമായിരുന്നു ട്രംപിന്റെ പരാമർശം. എന്നാൽ തകർന്നതിൽ എത്ര എണ്ണം ഇന്ത്യയുടെ വിമാനങ്ങളാണെന്ന് ട്രംപ് വെളിപ്പെടുത്തിയില്ല. വിയറ്റ്നാമിൽ വിനോദസഞ്ചാരികളുമായി പോയ ബോട്ട് മറിഞ്ഞ് മരിച്ചവരുടെ എണ്ണം 34ആയി. 53 യാത്രക്കാരും 5 ജീവനക്കാരുമാണ് വണ്ടർ സീ എന്ന ബോട്ടിൽ ഉണ്ടായിരുന്നത്. ശക്തമായ കൊടുങ്കാറ്റും ഇടിമിന്നലുമാണ് അപകടത്തിന് ഇടയാക്കിയത് എന്നാണ് റിപ്പോർട്ട്. 11 പേരെ രക്ഷപ്പെടുത്തിയതായി അധികൃതർ അറിയിച്ചു. കാണാതായ യാത്രക്കാർക്കായി തെരച്ചിൽ തുടരുകയാണ്. Cứ gọi đây xong chưa mình gọi điện thoại. കായിക വിനോദ ഗെയിമിംഗ് രംഗത്തെ അതികായരായ SEGG മീഡിയ ഗ്രൂപ്പിന്റെ sports.com സൂപ്പർ ലീഗ് കേരളവുമായി 5 വർഷത്തെ കരാർ ഒപ്പുവെച്ചു. ദുബായിലെ ചടങ്ങിലാണ് കരാർ ഒപ്പിട്ടത്. ഫുട്ബോൾ പ്രേമികളെ പ്രവാസി മലയാളികളുമായി ബന്ധിപ്പിക്കാനുള്ള ദൗത്യത്തിലെ ഒരു വലിയ മുന്നേറ്റമാണിതെന്ന് സൂപ്പർ ലീഗ് കേരള ഡയറക്ടർ CEO മാത്യു ജോസഫ് പറഞ്ഞു.
കേരള ഫുട്ബോളിന് അർഹിക്കുന്ന ലോകോത്തര ആരാധക അനുഭവങ്ങൾ നൽകാൻ ഈ കരാർ പ്രാപ്തമാക്കുമെന്ന് സൂപ്പർ ലീഗ് കേരള ഡയറക്ടർ ഫിറോസ് മീരാൻ പറഞ്ഞു. ഫുട്ബോളിനോട് അതിരുകളില്ലാത്ത അഭിനിവേശമുള്ള കേരളത്തിലൂടെ ഇന്ത്യൻ വിപണിയിലേക്ക് പ്രവേശിക്കുന്നത് sports.com ആപ്പിന് ശക്തമായ തുടക്കം നൽകുമെന്ന് SEGG മീഡിയ ഗ്രൂപ്പ് സിഒയും പ്രസിഡന്റുമായ മാത്യു മഖാൻ അഭിപ്രായപ്പെട്ടു. ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച പുനലൂർ നഗരസഭയുടെ ജിംനേഷ്യം തകർച്ചയിൽ. ജിംനേഷ്യത്തിലെ നിരവധി ഉപകരണങ്ങൾ നഷ്ടപ്പെട്ടു. ലക്ഷങ്ങൾ ചിലവഴിച്ചതല്ലാതെ നഗരസഭയുടെ ഉദ്യോഗസ്ഥരോ ഭരണകർത്താക്കളോ ഇവിടേക്കൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട് പോലുമില്ലെന്ന് സ്വകാര്യ ജിമ്മുകളെ സംരക്ഷിക്കാനാണ് ഇതും എന്ന ആക്ഷേപവും നാട്ടുകാർ ഉയർത്തുന്നുണ്ട്. പുനലൂർ നഗരസഭയിലെ ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യം വെച്ച് 2014 ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ചതാണ് ചെമ്മന്തൂർ സ്റ്റേഡിയത്തിലെ നഗരസഭയുടെ ജിംനേഷ്യം. അന്നത്തെ സാഹചര്യമനുസരിച്ചുള്ള എല്ലാ ആധുനിക സംവിധാനങ്ങളും യന്ത്രസാമഗ്രികളും വാങ്ങിയിരുന്നു. സൗജന്യ നിരക്കിൽ ജിമ്മിലെത്തുകയും പരിശീലനം നടത്താൻ കഴിയുകയും ചെയ്യുമായിരുന്നു എന്നതാണ് പ്രത്യേകത. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ വലിയ ജനപങ്കാളിത്തമാണ് ഉണ്ടായത്. എന്നാൽ കാലക്രമേണ സ്ഥിതി മാറി. ജിംനേഷ്യം ചിലരുടെ കൈകളിൽ മാത്രം ഒതുങ്ങിയെന്നും ഉപകരണങ്ങൾ കാണാതായെന്നും നാട്ടുകാർ ആരോപിച്ചു. ഇക്കാര്യത്തിൽ നഗരസഭാ അധികൃതർ ഇടപെടുന്നില്ലെന്നും ആക്ഷേപമുയർന്നു. ഈ ജിംനേഷ്യത്തിലെ പല ഉപകരണങ്ങളും മോഷണം പോയ രീതിയിലാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് മാത്രമല്ല, ഈ ജിംനേഷ്യം ഈ 2025 ഈ ജൂലൈ മാസമാകുന്ന സമയത്ത് ഈ പ്രവർത്തനം നിലച്ചിട്ട് വർഷങ്ങളായിട്ടുണ്ട്. നമുക്കറിയാം, ഈ ജിമ്മ് തുടങ്ങിയതിന് ശേഷം വളരെ കുറച്ച് വർഷങ്ങൾ മാത്രമേ വളരെ കൃത്യമായ രീതിയിൽ പ്രവർത്തിച്ചിട്ടുള്ളൂ. അതിനുശേഷം ഇത് പൂർണ്ണമായും അടഞ്ഞുകിടക്കുന്ന ഒരു നിലയിലാണ്. ഇങ്ങനെ മുനിസിപ്പാലിറ്റി വളരെ വലിയ രീതിയിലുള്ള കെടുകാര്യസ്ഥതയിലൂടെയാണ് ഇന്ന് ഈ പുനലൂർ മുനിസിപ്പാലിറ്റി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ജിംനേഷ്യം പ്രവർത്തനം ആരംഭിച്ച് 11 വർഷം പിന്നിടുമ്പോൾ തകർന്ന കെട്ടിടവും തുരുമ്പെടുത്ത കുറേ ഉപകരണങ്ങളും മാത്രമാണ് അവശേഷിക്കുന്നത്. ചെമ്മന്തൂരിലെ നഗരസഭാ സ്റ്റേഡിയത്തിലെ സ്റ്റേജിനോട് ചേർന്നുള്ള മുറികളാണ് ജിംനേഷ്യത്തിനായി ഒരുക്കി നൽകിയത്. കാടുപിടിച്ച ഈ കെട്ടിടം ഇപ്പോൾ നായ്ക്കളും സാമൂഹ്യ വിരുദ്ധരുമാണ് കൈയടക്കിയിരിക്കുന്നത്. നഗരസഭയുടെ ജിംനേഷ്യത്തിന്റെ പ്രവർത്തനം സ്വകാര്യ ജിമ്മുകളെ സാരമായി ബാധിച്ചെന്നും അതുകൊണ്ട് ജിംനേഷ്യത്തിന്റെ പ്രവർത്തനം ബോധപൂർവം മരവിപ്പിക്കുകയായിരുന്നുവെന്ന ആക്ഷേപവും ഉയരുന്നു. ന്യൂസ് 18 പുനലൂർ. ഇനി നമ്മുടെ ഫേവറേറ്റ് ആയ സ്പെഷ്യൽ ഡേ സെഗ്മെന്റിലേക്കാണ്. പോത്തൻകോടുള്ള ദക്ഷിതിന്റെ പിറന്നാളാണിന്ന്. ആശംസകളുമായി ചേരുന്നത് അച്ഛൻ വിനോദും അമ്മ നിമിഷയുമാണ്. അപ്പോൾ ദക്ഷിത് മോന് വെരി ഹാപ്പി ബർത്ത്ഡേ മോനെ. എല്ലാവിധ ആശംസകളും ന്യൂസ് 18 കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും അറിയിക്കുകയാണ്. വെരി ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ ഇനി നമ്മൾ കുറ്റകൃത്യങ്ങളുടെ ലോകത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാൻ പോവുകയാണ്. പോലീസ് പെട്രോൾ കാണാം ഇടവേളയ്ക്ക് ശേഷം.